66 സങ്കീർത്തനം 16 വാക്യം വായിക്കും. സകല ഭക്തന്മാരുമായുള്ളവരെ വന്ന് കേൾപ്പിൻ, അവൻ എൻ്റെ പ്രാണന് വേണ്ടി ചെയ്തത് ഞാൻ വിവരിക്കാം. സകല ഭക്തന്മാരുമായുള്ളവരെ വന്ന് കേൾപ്പിൻ, അവൻ എൻ്റെ പ്രാണന് വേണ്ടി ചെയ്തത് ഞാൻ വിവരിക്കാം. നമുക്കൊക്കെയും നമ്മുടെ പ്രാണന് വേണ്ടി ദൈവം ചെയ്ത കാര്യങ്ങളെ വിവരിക്കാൻ ഒരുപാടുണ്ട്. എൻ്റെ ജീവിതത്തിലെ 1-2 വിഷയങ്ങൾ എനിക്കൊരു ഹേമം വന്നുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഭക്തന്മാർക്ക് മാത്രമേ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഷെയർ ചെയ്യുമ്പോൾ അത് കൂടുതൽ ഗ്രഹിപ്പാൻ കഴിയുകയുള്ളൂ. ഇവിടെയും നമ്മൾ വായിക്കുന്നു, എൻ്റെ പ്രാണന് വേണ്ടി ചെയ്തത്. നമുക്കറിയാം, കർത്താവായ യേശു നമുക്ക് വേണ്ടി ചെയ്ത ഏറ്റവും വലിയ കാര്യം തൻ്റെ ജീവൻ നമുക്ക് വേണ്ടി തന്നു. 1978 ഒക്ടോബർ മാസം ഞാൻ എൻ്റെ മുറിയിൽ വന്നിരിക്കുന്ന സമയം, അത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ബിസിനസ്സിൻ്റെ ഒരു പാർട്ട്ണർഷിപ്പ് ഉണ്ട്. ഒന്നുകിൽ വൈകിട്ട് ഷോപ്പിൽ പോകും, അല്ലെങ്കിൽ വീട്ടിൽ വരും. അന്ന് ക്ലാസ്സും കഴിഞ്ഞ് രാത്രി വീട്ടിൽ വന്നപ്പോഴേ ആ ദിവസങ്ങളിൽ എന്നെ അലട്ടിക്കൊണ്ടിരുന്ന വിഷയം, എൻ്റെ കോഴ്സ് തീരാറായി, പഠിത്തം തീരാറായി. ഫാദറാണെങ്കിൽ ബിസിനസ് കണ്ടിന്യൂ ചെയ്യാൻ വളരെ നിർബന്ധം, വേറെ ആരുമില്ല. പുള്ളിക്കാരൻ അന്നൊരു ചെറിയ കോൺട്രാക്റ്റിനൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന സമയമായതുകൊണ്ട് ബിസിനസ് നീ നോക്കണമെന്ന് പറഞ്ഞു. ഞാനാണെങ്കിൽ ജനിച്ച സമയത്തിൽ എന്നെ ഒരു മിഷണറി ആയിട്ട്, പ്രീസ്റ്റായിട്ട് ഡെഡിക്കേറ്റ് ചെയ്തതാണ്. അപ്പോൾ ഉപ്പാപ്പനൊരു അച്ഛനുണ്ട്. അച്ഛനിടയ്ക്കൊക്കെ ഓർമ്മപ്പെടുത്തും, ഓരോ പഠിത്തവും പരീക്ഷ കഴിയുമ്പോഴും പറയും, നീ ഇതിനു വേണ്ടി നിയമിക്കപ്പെട്ടവനാണ്. അത് 2ാമത്തെ പോയിന്റ്. 3ാമത്തെ വിഷയം, ഞാൻ പഠിച്ച ട്രേഡ് ഇലക്ട്രോണിക്സിനെ ബേസ് ചെയ്ത് വെളിയിൽ പോയി ജോലി ചെയ്ത് കുറച്ച് പൈസ സമ്പാദിക്കണം, അതിനുശേഷം ജീവിതം ഒരു നല്ല പ്രവർത്തനം, ഒരു അനാഥശാലയോ അങ്ങനെയെങ്കിലും ഒരു ആതുര സേവനത്തിന് വേണ്ടി അർപ്പിക്കണം എന്നിങ്ങനെ ഒരു 3ാമത്തെ വിഷയം. 4ാമത്തത്, ഫാദറിൻ്റെ ഒരു സ്നേഹിതൻ എന്നെ വളരെ ഇഷ്ടമാണ്, ഒരു സ്വന്തം മോനെ പോലെ. തൻ്റെ മോൻ മദ്രാസിൽ ഒരു വലിയ കമ്പനിയുണ്ട്. എന്നോട് പറഞ്ഞു, നീ ഇവിടെ കിടക്കണ്ട, മദ്രാസിൽ പോയി എൻ്റെ മോനോട് ചേർന്ന് അവിടെ കമ്പനിയിൽ ജോലി ചെയ്യണമെന്ന് പറഞ്ഞു. ഈ 4 വിഷയങ്ങൾ എൻ്റെ നേരെ വന്നപ്പോഴേ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവേ, ഞാൻ എന്ത് ചെയ്യണം? ഒരു വാക്യമുണ്ടല്ലോ, നിൻ്റെ വഴി യഹോവയെ. അന്നാ വാക്യമൊന്നും അറിയത്തൊന്നുമില്ല, അത് ഇന്നേ അറിയത്തുള്ളൂ. എങ്കിലും വാക്യം അറിയത്തില്ലെങ്കിലും ഒരു കാര്യം മനസ്സിലായി, നമ്മുടെ ഫ്യൂച്ചർ, ഭാവി ദൈവത്തെ ഏൽപ്പിക്കാം. ഞാനൊരു പക്ഷേ ബിസിനസ്സോ മറ്റ് വെളിയിലോ അല്ലെങ്കിൽ അച്ഛനാകാൻ പോയി, ഇല്ലെങ്കിൽ മദ്രാസിൽ പോയി, ഇതിൻ്റെ അന്തം എന്താവെന്ന് പറയാൻ എന്നെക്കൊണ്ട് സാധ്യമല്ല. പക്ഷേ ഇനി ഞാൻ വിശ്വസിക്കുന്ന ദൈവം, അന്നും ദൈവത്തെ വിശ്വാസമുണ്ട്, സമുദായത്തിലാണെങ്കിലും ദൈവവിശ്വാസമൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ദൈവത്തോട്, കർത്താവേ, ഇതിൻ്റെ എല്ലാം അവസാനം എന്താണെന്ന് നിനക്കല്ലേ അറിയത്തുള്ളൂ. അപ്പം ഞാൻ എന്താ തിരഞ്ഞെടുക്കണ്ടേ? ഇതിൽ 4 ഏതാണ്? അതല്ല ഇതിനപ്പുറത്ത് വല്ലതും നീ ഉദ്ദേശിക്കുന്നു എന്നറിയാൻ വേണ്ടി ഞാൻ രാത്രി കാലങ്ങളിൽ പ്രാർത്ഥനയിലിരിക്കും. അല്ലെങ്കിൽ എല്ലാ ദിവസവും വൈകിട്ട് കുടുംബ പ്രാർത്ഥനയും കഴിഞ്ഞ് മുറിക്കകത്ത് കയറി ഒരു അരമണിക്കൂറുടെ പ്രാർത്ഥിച്ചിട്ടേ കിടക്കത്തുള്ളൂ. കാരണം എൻ്റെ ചെറുപ്പം മുതൽ ഞാൻ ഒരുപാട് സ്വപ്നങ്ങൾ കാണും. ഒരു ദിവസം സ്വർഗത്തെക്കുറിച്ച് കാണും, ഒരു ദിവസം നരകത്തെക്കുറിച്ച് കാണും. ഒരു ദിവസം സ്വർഗത്തിലെ ദൂതന്മാരും വലിയ കാര്യങ്ങളൊക്കെ കണ്ടാൽ, പിറ്റേ ദിവസം കറക്റ്റായിട്ട് സാത്താൻ നരകത്തിൽ പ്രവർത്തിക്കുന്നതും തീക്കകത്ത് മനുഷ്യൻ വലിച്ചിടുന്നതും അന്നത്തെ അറിവിൽ സംസ്കാരത്തിന് ഏറ്റവും മനസ്സിൽ സ്വപ്നം കാണും. അപ്പോൾ സ്വർഗവും നരകവും ഉണ്ടെന്നുള്ളത് കൺഫേംഡാണ്. അപ്പോൾ പാപം ചെയ്യുന്ന സ്വർഗത്തിൽ പോകത്തില്ലെന്നുള്ളത് പഠിപ്പിച്ച സൺഡേ സ്കൂൾ പഠിപ്പിച്ചവരും വീട്ടിലെ അറിവൊക്കെ ഉണ്ട്. അതുകൊണ്ട് എല്ലാ ദിവസവും എന്ത് കുഴപ്പടികൾ കാണിച്ചാലും രാത്രി വന്ന് മുറിക്കകത്ത് കയറി അതെല്ലാം ഏറ്റു പറഞ്ഞിട്ട് കിടക്കത്തുള്ളൂ. കാരണം ചത്തുപോയാൽ എവിടെ പോകരുത്, നരകത്തിൽ പോകരുത് എന്നുള്ള വലിയൊരു ആഗ്രഹം അന്നേ ഉണ്ട്. അങ്ങനെ ഈ ദിവസങ്ങളും പതിപോലെ പ്രാർത്ഥനയിലിരിക്കുമ്പോൾ ഞാൻ ദൈവത്തോട്, കർത്താവേ, ഞാൻ എന്താ തിരഞ്ഞെടുക്കണ്ടേ? അതുകൊണ്ട് എൻ്റെ ഫ്യൂച്ചർ ഞാൻ നിൻ്റെ കയ്യിൽ തരാം, നീ അത് മനോഹരമായ അനുഭവത്തിലേക്ക് നടത്താൻ ദൈവത്തിന് കഴിയും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാനിങ്ങനെ 3 ദിവസം പ്രാർത്ഥിച്ചു. 3 ദിവസവും രാത്രി പ്രാർത്ഥിച്ചു. 4ാമത്തെ ദിവസം ഒക്ടോബർ 7-ാം തീയതി ഇതേ വിഷയം തന്നെ പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് കാണുന്നത്, എൻ്റെ മുറി മുഴുവൻ തീ പിടിക്കുക. തീ പിടിച്ചിട്ട് ഞാൻ തീക്കകത്ത് വെന്തു പോകുന്ന പോലെ എനിക്കങ്ങ് അനുഭവപ്പെടുകയാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ ഈ തീയിൽ കടന്ന് ചത്തുപോകും, വെന്തുപോകും. ഞാൻ യേശുവേന്ന് വിളിക്കാൻ തുടങ്ങി. യേശുവേന്ന് വിളിക്കാൻ തുടങ്ങിയപ്പോൾ യേശു പ്രത്യക്ഷപ്പെട്ടത് ക്രൂസിൽ കിടക്കുന്നതായിട്ടാണ്. അത് നമ്മൾ ഇവിടെ കിടക്കുന്ന രൂപമായിട്ടല്ല. യേശുവിൻ്റെ മുഖം തേജസ്സിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. ക്രൂസിൽ താനിങ്ങനെ കിടക്കുന്നതാണ്. തൻ്റെ കൈയുടെ കൈയുടെ 2 കുളിയുടെ രക്തം ഒഴുകുന്നതായിട്ട് ഇങ്ങനെ സ്വപ്നം കണ്ടു. എന്നിട്ട് എന്നോട് യേശു പറഞ്ഞത്, ഞാൻ നിൻ്റെ പാപത്തിന് വേണ്ടി മരിച്ചു. ഇതാണ് ഞാൻ ആദ്യം കേൾക്കുന്നത്.
ഞാൻ എൻ്റെ ഫ്യൂച്ചറിന് വേണ്ടി അപേക്ഷിച്ചു. കർത്താവിനോട് പറഞ്ഞത്, നിൻ്റെ പാപത്തിന് വേണ്ടിയാണ് ഞാൻ മരിച്ചത്. പ്രിയരെ, യേശുവിനോട് എനിക്ക് വലിയ സ്നേഹമുള്ളവനായിരുന്നു. ചെറുപ്പം മുതലേ അമ്മയുടെ ഭക്തിയും അച്ചായൻ്റെ ബൈബിൾ അറിവും രണ്ടും എന്നെ ആ അനുഭവങ്ങളിലേക്ക് നടത്താൻ തുടങ്ങി. എൻ്റെ 12ാമത്തെ വയസ്സിലാണെന്ന് തോന്നുന്നു ഫാദർ മാരാമൺ കൺവെൻഷനിൽ എല്ലാ വർഷവും പോവും. ആ വർഷം പോയിട്ട് വന്നിട്ട് എനിക്കൊരു ബൈബിൾ കൊണ്ട് തന്നു. ബൈബിൾ സൊസൈറ്റിയുടെ ബൈബിൾ കൊണ്ട് തന്ന്, അതേസമയം വീട്ടിൽ അമ്മച്ചി വലിയ കാത്തലിക്സിൻ്റെ ഭക്തിയും പുണ്യാളന്മാരോട് പ്രാർത്ഥിക്കുന്നതൊക്കെ ആയതുകൊണ്ട് അതും ഒരു ഭാഗം നടക്കുന്നുണ്ട്. ഇത് ഫാദറിന് പുണ്യാളന്മാരുടെ പ്രാർത്ഥനയൊന്നും ഇഷ്ടമല്ലെങ്കിലും അമ്മച്ചിയോടുള്ള സ്നേഹത്തിൽ അതൊന്നും തടസ്സം ചെയ്തിട്ടുമില്ല. ഈ ബൈബിൾ കൊണ്ട് എൻ്റെ കൂടെ തന്നേച്ചും പറഞ്ഞു, നീ ഇത് വായിച്ചാൽ മതി, യേശുവിനോട് വിശ്വസിച്ചാൽ മതി, പുണ്യാളന്മാരുടെ പ്രാർത്ഥനയൊന്നും കാര്യമില്ല, പിന്നെ അമ്മച്ചിയെ പണക്കായിരിക്കാൻ അങ്ങ് നടന്നോട്ടെ. പക്ഷെ ഒരു കാര്യം, അമ്മച്ചി പുണ്യാളന്മാരോട് പ്രാർത്ഥിച്ചാലും മറ്റ് ഈ പറഞ്ഞ പോലെ ദൈവികമായ ചില അറിവ് കുറവുണ്ടെങ്കിലും ഒരു കാര്യം, അവരൊരു നിഷ്കളങ്കയായ സ്ത്രീയായിരുന്നു, കള്ളം പറയത്തില്ല, അറിഞ്ഞ സത്യത്തിൽ. എന്നാൽ ഫാദർ അതല്ല, കുറേ ലോകസ്നേഹിയായിരുന്നു. ഈ അറിവൊക്കെ ഉണ്ടെങ്കിലും താൻ ലോകത്തെ സ്നേഹിച്ചവനും ലോകത്തെ അനുഭവിക്കാൻ കൂടി ദൈവം അനുവദിച്ചിരിക്കുകയാണെന്നുള്ള കാഴ്ചപ്പാടായിരുന്നു തൻ്റെ. അതുകൊണ്ടാണ് ഇന്നാൾ പറഞ്ഞ്, തനിക്ക് എത്രയെല്ലാം പരിശ്രമിച്ചിട്ട് അവസാനം പുതിയ ഭൂമിയിലേക്ക് മാത്രമേ കഷ്ടിച്ച് പ്രവേശിക്കാൻ സാധിച്ചുള്ളൂ. എന്നാൽ മാതാവ് പിന്നീട് സത്യം മനസ്സിലാക്കി സ്നാനപ്പെട്ടു, അഭിഷേകം പ്രാപിച്ചു, രോഗശാന്തിയിൽ ഇപ്പോഴും നിൽക്കുന്നു, വയസ്സ് 88. അവരുടെ കാഴ്ചപ്പാടിൽ പുതിയ യെരൂശലേമിൻ്റെ ഒരു കല്ലായിത്തീരാൻ സാധ്യത ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ആദ്യമേ ബൈബിൾ നോളജും അറിവെല്ലാം ഫാദറിനുണ്ടായെങ്കിലും അവസാനത്തിൽ പിൻപറ്റാൻ തന്നെക്കൊണ്ട് സാധിച്ചില്ല. കാരണം തൻ്റെ മനസ്സിൽ ലോകത്തിൻ്റെ ആ നന്മകളോടുകൂടി ചേർന്ന് ആ ദൈവത്തെ പിൻപറ്റാൻ ആഗ്രഹിച്ചതുകൊണ്ട് തനിക്ക് മിനിമം സ്കെയിലിൽ അവസാനിക്കേണ്ടി വന്നു. തൻ്റെ അവസാനം ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഞാൻ യേശുവിൻ്റെ കാൽവരി ദർശനം പ്രാപിച്ചു. കർത്താവായ യേശു ക്രൂശിൽ കടന്നുകൊണ്ട് എന്നോട് പറഞ്ഞു, നിൻ്റെ പാപത്തിന് വേണ്ടി ഞാൻ കാൽവരിയിൽ മരിച്ചു എന്ന് കേട്ടപ്പോൾ എൻ്റെ ചങ്ക് പൊട്ടിയെന്ന് വേണേൽ പറയാം. കാരണം അന്നാണ് ദൈവസ്നേഹത്തെ ഞാൻ അനുഭവിച്ചത്. അതുകൊണ്ടാണ് ഈ വാക്യം, എൻ്റെ പ്രാണന് വേണ്ടി, എനിക്ക് വേണ്ടി, അതായത് യേശു കാൽവരിയിൽ മരിച്ചത് ലോകത്തിൽ പാപികൾക്ക് വേണ്ടിയാണെന്നൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ടെങ്കിലും എൻ്റെ പാപത്തിന് വേണ്ടിയാണെന്നുള്ള ആ മുഴുവൻ ഫീലിങ്ങും എനിക്ക് അനുഭവിച്ചത് അന്ന് രാത്രിയിലാണ്. അതെനിക്ക് താങ്ങാൻ വയ്യാത്ത രീതിയിൽ ഞാൻ നിലവിളിക്കാൻ തുടങ്ങി, പൊട്ടിക്കരയാൻ തുടങ്ങി. ആ സമയത്തിൽ പ്രിയപ്പെട്ടവരെ, എൻ്റെ ജീവിതത്തിൽ വന്ന പാപങ്ങളെല്ലാം, അന്നും ഒരു സമുദായ കെട്ടുപാടുകളിൽ കൂടെ ജീവിച്ചതുകൊണ്ട് അധികം ദുഷ്പ്രവൃത്തികളിലേക്ക് പോകാൻ ദൈവം അനുവദിച്ചില്ലാത്തത് കൊണ്ട് സാധിച്ചില്ലെന്ന് മാത്രം വേണം പറയാം. കൂട്ടുകാരും ഉണ്ടായിരുന്നു, വല്ലപ്പോഴൊക്കെ മദ്യപിക്കും, സിനിമയ്ക്ക് പോകും, ടൂറിന് പോകും. ഇങ്ങനെയൊക്കെയുള്ളതായ യൗവനത്തിൻ്റെ സന്തോഷം അല്ലാതെ മറ്റാർക്ക് ചതിവോ ദോഷത്തിലൊന്നും അന്ന് പോകാനായിട്ടുള്ള ഒന്നും ചിന്തിച്ചിട്ടില്ല. എന്നാൽ ഇതൊന്നും വലിയ പാപങ്ങളല്ല എന്ന് ചിന്തിച്ചെങ്കിലും ഈ ദർശനം കണ്ടപ്പോൾ ഈ പാപത്തിൻ്റെ എല്ലാം ഭയാനകം, ദൈവത്തിൻ്റെ മുമ്പിൽ അങ്ങനെ ഭയാനകമായ പാപങ്ങളാണ് എല്ലാം. പണ്ടൊരാൾ പറയുന്ന പോലെ ചേമ്പ് കെട്ടാലും കള്ളൻ, പിന്നെ ചെമ്പ് കെട്ടാലും കള്ളൻ തന്നെയാണ്. അപ്പോഴാണ് എൻ്റെ പാപത്തിൻ്റെ ഭീകരത എനിക്ക് മനസ്സിലായത്. ഞാനിങ്ങനെ ദർശനം കാണുക, മൂത്ത പെങ്ങന്മാരുടെ പെട്ടി തുറന്ന് ബോക്സ് തുറന്നൊക്കെ കാശെടുത്തതും ചില്ലറ പൈസയൊക്കെ എടുത്തതും വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യങ്ങൾ മുതൽ എനിക്ക് ദൈവം കാണിക്കുക. അച്ചായൻ്റെ ജുബായിക്കകത്ത് കാശടിച്ചതും, പിന്നെ അലമാരി തുറന്നെടുത്തതും, അമ്മച്ചിയുടെ ഇതിനകത്ത് പെട്ടിക്കകത്ത് എടുത്തതും ഒക്കെ ഇങ്ങനെ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം പാവമാണെന്ന് ദൈവം എന്നെ മനസ്സിലാക്കി. മറ്റുള്ളവരുടെ ഹൃദയത്തെ വേദനിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞത്, ഫോഷ്ക്ക് പറഞ്ഞത്, അങ്ങനെയുള്ളതെല്ലാം ഒന്നൊന്നൊന്നായി ദൈവം എന്നെ ഒരു ഫ്ലാഷ് ബാക്ക് പോലെ കാണിക്കാൻ തന്നു. ഞാനൊരു കൊച്ചുകുട്ടിയെപ്പോലെ രാത്രി തന്നെ ഏറ്റു പറയാൻ തുടങ്ങി. ഏറ്റുപറഞ്ഞ് കഴുകപ്പെട്ട ഞാൻ വാടി തളർന്നങ്ങ് ഉറങ്ങി. ഇതെല്ലാം മുട്ടമേ നിൽക്കുകയൊക്കെ ആയിരുന്നു. പിന്നെ ഞാൻ അവിടെ വന്ന് കടന്ന് ഉറങ്ങി. രാവിലെ പ്രിയപ്പെട്ടവരെ ഞാൻ വരുമ്പോൾ ടോട്ടലി ബിക്കെയിം ന്യൂ, ഒരു പുതു സൃഷ്ടിയായി മാറി. ഞാൻ നല്ല തമാശ പറയുന്നവനായിരുന്നു. എൻ്റെ കൂടെ വരുന്നവരെയൊക്കെ വളരെ സന്തോഷിപ്പിക്കും. പഠിച്ചുകൊണ്ടിരിക്കുന്ന ക്ലാസ്സിലും വേണമെങ്കിൽ ഒരു ഹീറോ എന്ന് വേണം പറയാം. വീട്ടിലാണെങ്കിലും ഞങ്ങളെല്ലാം നമ്മളൊരു സോഷ്യൽ കുടുംബം ആയതുകൊണ്ട് ഭക്ഷണത്തിനിരിക്കുമ്പോഴും ആരെങ്കിലും ഒരാളെ എന്ത് ചെയ്യും, ഒരാളെ എടുത്തു വെച്ചുകൊണ്ട് അവരുടെ എന്തെങ്കിലും പറഞ്ഞ് അവരെല്ലാവരും കൂടെ കളിയാക്കും. അങ്ങനെ ഒരു സ്പെഷ്യൽ പോക്കായതുകൊണ്ട്. പക്ഷേ അടുത്ത ദിവസം തൊട്ട് എനിക്കിതൊന്നും സാധ്യമല്ല, എന്നെക്കൊണ്ട് കഴിയുന്നില്ല. അവർ വിളിച്ചാലോ അവരോട് ഭക്ഷണത്തിരിക്കാനോ അവരോട് സംസാരിക്കാനോ വീട്ടിൽ സാധിക്കുന്നില്ല, ക്ലാസ്സിൽ സാധിക്കുന്നില്ല. ഞാൻ ക്ലാസ്സിൽ ചെന്നാൽ അവിടെ രാവിലെ പ്രാക്ടിക്കൽ ടൈമാണ്. പ്രാക്ടിക്കൽ ടൈമിൽ ഞാൻ എൻ്റെ ഡെസ്കിൽ ഇതുപോലെ മേശയുണ്ട്, ആ മേശയിൽ ഞാൻ തലവെച്ചുകൊണ്ട് ഇങ്ങനെ കുഴിഞ്ഞു കിടക്കുകയാണ്. അത്രയ്ക്കും ആക്റ്റീവായിട്ട് നിന്ന് ഒരാൾ പെട്ടെന്ന് ഡൗൺ ആയപ്പോൾ അവർക്ക് സംശയം. കാരണം മറ്റു പ്രശ്നമൊന്നുമില്ലെന്നുള്ളത് ഫ്രണ്ട്സിനറിയാം, ടീച്ചേഴ്സിന് അറിയാവുന്നത്. അവർ ധരിച്ച് എനിക്ക് മാനസിക പ്രയാസമായിപ്പോയി, എന്തോ ഷോക്കായിപ്പോയി. അതുകൊണ്ടാണ് 3 ദിവസമായിട്ട് മിണ്ടുന്നില്ല. എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ അടുത്ത് നിന്ന് കരയുന്ന ഞാൻ കണ്ടു.
സ്റ്റാഫ് വന്നേച്ചും പറഞ്ഞു, അവിടെ അവർ ഡിസ്കഷൻ ചെയ്യുന്നു, ചെറിയാങ്കുഞ്ഞിന് എന്ത് പറ്റി, വീട്ടിൽ അറിയിക്കണ്ടേ, വീട്ടുകാരറിഞ്ഞോ, ഇതൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്. എങ്കിലും എൻ്റെ അകത്ത് എന്തോ ഒരു പരിവർത്തനം നടക്കുക, എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. ദൈവത്തിൻ്റെ ഏതോ ശക്തി വ്യാപരിക്കുന്നു. ഇതെന്താണെന്ന് പറയാൻ പോലും എനിക്ക് സാധിക്കുന്നില്ല. 3 ദിവസമായിട്ട് ഞാനിങ്ങനെ ഊമയായിട്ട് നടക്കുകയാണ്. വീട്ടിൽ വന്നാലും ഭക്ഷണ സമയത്ത് ഒന്നിച്ചിട്ട് കഴിക്കും, നേരെ ഒരു മുറിയുണ്ട്, ആ മുറിക്കകത്ത് കയറി കഥ കടയ്ക്കും. ആര് വിളിച്ചാലും, പക്ഷെ ഞാൻ എന്താ ചെയ്യുന്നറിയാവോ, വേദപുസ്തകം പണ്ട് 12ാമത്തെ വയസ്സിൽ തന്ന വേദപുസ്തകം പൊടി പിടിച്ചിരുന്ന് വല്ലപ്പോഴൊക്കെ നോക്കുന്നല്ലാതെ അതൊന്നും ഒന്നും മനസ്സിലാകത്ത് കയർത്തുമില്ല. പിന്നെ സങ്കീർത്തനം മാത്രം വല്ലപ്പോഴും എടുത്തൊന്ന് വായിക്കും എന്നല്ലാതെ വേറെ പുസ്തകമൊന്നും അന്ന് വായിച്ചാലും തലയ്ക്കകത്ത് കയറത്തില്ല. പിന്നീട് ഞാനിത് തുറന്നു വെച്ചോണ്ട് വായിച്ചിട്ട് ഈ പിള്ളേർ പ്രേമലേഖനം വായിക്കുന്ന പോലെ വായിച്ചിട്ടും അങ്ങോട്ട് തീരുന്നില്ല. 3 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ശക്തി എൻ്റെ ഹൃദയത്തിലേക്ക് വന്നു. യേശു രക്ഷകനാണ്, യേശു എന്നെ രക്ഷിച്ചു, എൻ്റെ പാപം ക്ഷമിച്ചു, നിങ്ങളെല്ലാം രക്ഷിക്കപ്പെടണമെന്നുള്ളതായ ഒരു അനൗൺസ്മെൻറ്റോടുകൂടി ഞാൻ വാ തുറക്കാൻ തുടങ്ങി. ദൈവത്തിൻ്റെ സ്തോത്രം. ക്ലാസ്സിൽ ചെന്നാലും എനിക്ക് വേറൊന്നും പറയാനില്ല. യേശു എല്ലാവരും ബസ്സിൽ, ഞങ്ങളുടെ സ്റ്റുഡൻസുള്ളിൽ ബസ്സിൽ കയറിയാലും അപ്പുറത്തെ ബസ്സിൽ കയറിയാലും ശരി, എന്ത് ചെയ്യും, ഞാൻ സ്റ്റുഡൻസ് ഉള്ളി ബസ്സിൽ ഇന്ന് നമ്മുടെ കൂട്ടുകാർ തന്നെ, അതുകൊണ്ട് ഞാൻ മാറി കയറും. കാശ് കൊടുത്ത് വേറെ ബസ്സിൽ കയറി ക്ലാസ്സിലേക്ക് പോകുന്ന സമയത്തിൽ എൻ്റെ എന്തിനാണെന്നറിയാവോ, ആ ബസ്സിലുള്ളവരോട് ആരെങ്കിലും സീറ്റ് എഴുന്നേറ്റാൽ അവിടെ പോയിരുന്ന അവരോട് സുവിശേഷം പറയും, അടുത്തവരോട് പറയും, അങ്ങനെ ആ യാത്രയിൽ ഒരു 5-8 പേരോട് സുവിശേഷം. അവരെല്ലാം ചിലർ അത്ഭുതപ്പെടും. എന്നെ പരിചയമുള്ളവർക്ക് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. വീട്ടുകാർക്ക് മനസ്സിലായി ഏതോ ദൈവ സന്ദർശനമാണ് എന്ന് പിന്നീട് അവർ കൺഫേം ചെയ്തു. അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ TPM-ലെ ആ സമയത്തൊരു ഇന്ത്യ വരെയും ക്രൂസൈഡിലെ ഒരു പ്രാർത്ഥന, ഒരു സഹോദരനെ കാണുകയും ഞങ്ങൾ വീട്ടിലൊരു പ്രാർത്ഥന സ്റ്റാർട്ട് ചെയ്തു. ഈ സമയത്ത് ഈ പ്രാർത്ഥന സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മുടെ ദീപ് പെന്തിക്കോസ് മിഷനിലെ ഒരു സ്കൂൾ അധ്യാപകൻ, ഒരു നല്ല വിശ്വാസി, ഒരു 3-4 കിലോമീറ്റർ അപ്പുറത്തുണ്ട്, അവിടെ ഒരു പെന്തിക്കോസുകാർ ഒരു ചെറിയ പ്രാർത്ഥനാ മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ അദ്ദേഹം ഞങ്ങളുടെ കുടുംബപരമായിട്ട് എന്തോ ഒരു ചില അകന്ന റിലേഷനെ ഏതോ ഒരു കണക്ഷൻ ഉള്ളതുകൊണ്ട് അവർ ഞങ്ങളെ അന്വേഷിച്ചിട്ട് വന്നു. ഞാനും ആ ദേശത്തിലെ നാളിവിടെ വന്നില്ല അലക്സ്, അവനാണെങ്കിൽ അവിടുത്തെ കുട്ടനാട്ടിലെ രാജാവിൻ്റെ മകനാണ്, അതുപോലെ സ്വത്ത്, അതുപോലെ ഒരു ഫാമിലിപ്പെട്ടവനായിരുന്നു അവൻ. ഞാൻ പറഞ്ഞില്ലയോ, തേങ്ങ ഇടാൻ തുടങ്ങിയാൽ ഒരു ദിവസം തേങ്ങ ഇട്ടാൽ 40-ാം പൊക്കമാണ് പിന്നിടുന്നത്, അങ്ങനല്ലേ നാട്ടിൽ. ഈ 40 ദിവസം ഇട്ടാലും പുരയിടം തീരാത്ത ഒരു ജന്മിയുടെ മകനായിരുന്നു അവൻ. പക്ഷെ 4 തലമുറ വന്നപ്പോൾ വിറ്റ് അവസാനം ഇവനും ഇവൻ്റെ ചേട്ടനും വാടക വീട്ടിൽ താമസിക്കേണ്ട അവസ്ഥയിലേക്ക് വന്നു. കാരണം കുറേ അന്യായങ്ങളാണ് അവർ ചെയ്തത്. പാവങ്ങളെ ദ്രോഹിക്കുകയും നീതിയില്ലാത്ത അന്നത്തെ ആ ജന്മിത്വ മുതലാളിത്തം കാണിച്ചതുകൊണ്ട് ദൈവം അവസാനം ശിക്ഷിച്ചു. പക്ഷെ ഒരു ഗുണമുണ്ടായി, ഇവൻ രക്ഷിക്കപ്പെട്ടു. അതായിരുന്നു അവന് കിട്ടിയ ഏറ്റവും ഭാഗ്യം. അവരെ മക്കളെല്ലാം വളർത്തിയത് സ്വർണം അരച്ചു കൊടുത്താണ്. സ്വർണം അരച്ചു കൊടുത്താണ് അവരെയൊക്കെ വളർത്തിയെടുത്തത്. അതുപോലൊരു ഫാമിലിയാണ്. പക്ഷെ 4-ാം തലമുറ വന്നപ്പോൾ ഈ 4 തലമുറയും ഞങ്ങളുമായിട്ടുള്ളൊരു ബന്ധമുണ്ട്. വല്യപ്പനും വല്യപ്പനും അവൻ്റെ അപ്പനും എൻ്റെ അപ്പനും ഒന്നിച്ച് പഠിക്കാനും കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ അത്രത്തോളം സമ്പന്നരൊന്നുമല്ല, ഞങ്ങളൊരു മിഡിൽ ക്ലാസ്. എങ്കിലും ആ ഫാമിലി റിലേഷനിൽ ഇവരും ഞാൻ ഒന്നിച്ച് പഠിക്കുകയാണ്. ഞങ്ങൾ ഉഴപ്പാൻ പോയപ്പോഴും സിനിമയ്ക്ക് പോകുമ്പോഴും പലപ്പോഴും കള്ളുകുടിക്കാൻ പോകുമ്പോഴും ഒക്കെ ഞങ്ങൾ ഒന്നിച്ചാണ് പോകുന്നത്. പക്ഷേ കൃപയാൽ രക്ഷിക്കപ്പെട്ടപ്പോഴും എന്ത് ചെയ്തു, ഒന്നിച്ച് രക്ഷിക്കപ്പെട്ടു. അതൊരു ഭാഗ്യം ദൈവം തന്നു. അങ്ങനെ കൃപയാൽ അവനും വിശ്വാസത്തിലേക്ക് ഞങ്ങൾ വന്നു. അപ്പോഴാണ് ഈ സാർ ഞങ്ങളെ വിളിച്ചുകൊണ്ട് പോയി തൻ്റെ വീട്ടിൽ കൊണ്ടുപോയി ഈ കൂട്ടായ്മയുടെ സത്യങ്ങളെക്കുറിച്ച് പറയാൻ തന്നത്. അപ്പോഴും ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയിച്ചില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ അടുത്ത ആഴ്ച ഞാൻ വീണ്ടും ഒരു സ്വപ്നം കണ്ടു, അതേ മുറിയിൽ വെച്ച്. ആ മുറിക്കകത്ത് വെച്ച് തന്നെ ഞാൻ രാത്രി പ്രാർത്ഥിക്കും മുട്ടുമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല ആത്മാവിലായില്ല, അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ വലിയൊരു പ്രകാശം, ഞാൻ കണ്ണ് തുറന്നിരിക്കുന്ന എൻ്റെ കണ്ണ് അടയ്ക്കത്തക്കൊണ്ടൊരു വലിയ പ്രകാശം മുറിക്കകത്തേക്ക് കയറി. ഈ പ്രകാശം വന്ന മുറിയങ്ങ് പ്രകാശിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ കാണുന്നത് വേറൊരു സ്ഥലമാണ്. ഒരു വളരെ വിശാലമായൊരു മൈതാനം. ആ വിശാലമായ മൈതാനത്തിൽ കർത്താവായ യേശു ഇരിക്കുന്നു. എങ്ങനെയാണെന്നറിയാവോ, അന്ന് കണ്ട യേശു അല്ല, 10,000ങ്ങളിൽ അങ്ങനെ ഒരു പേഴ്സണാലിറ്റി ഉള്ളൊരു മനുഷ്യനെ പിന്നീട് ഞാൻ 78 പോയിട്ട് 34 വർഷങ്ങൾക്കിടയിൽ ഇതുവരെ ആരെയും ഞാൻ നോക്കും. ഇച്ചിരി സൗന്ദര്യവും പേഴ്സണാലിറ്റി ഉള്ളവരെ കണ്ടാൽ, ആണിനെ പെണ്ണിനെ കണ്ടാലും ഞാനിത് വെച്ച് നോക്കും, ഇതുമായിട്ട് എത്ര താരതമ്യമുണ്ട്. പക്ഷെ ഇന്ന് വരെയും അത്രത്തോളം സൗരഭ്യവും സൗന്ദര്യമുള്ളൊരു മനുഷ്യനെ ഈ ലോകത്തിൽ കണ്ടെത്തിയിട്ടില്ല. സായിപ്പന്മാരെ നോക്കും, പിന്നെ ഇതിൽ പറഞ്ഞ പോലെ യഹൂദന്മാരെ കാണുമ്പോൾ ഒന്ന് സൂക്ഷിച്ച് നോക്കും. പക്ഷേ ഇന്ന് വരെയും അതുപോലെ തേജസ്സിൻ്റെ ഒരു മുഖമുള്ളൊരു മനുഷ്യരെ കണ്ടിട്ടില്ല. ഇപ്പോഴും ചില സന്ദർഭത്തിൽ ആ ദർശനം അതുപോലെ എൻ്റെ മുമ്പിൽ വരും. ചില സന്ദർഭങ്ങളിൽ
ആ ദർശനം എനിക്കിപ്പോഴും കാണാൻ കഴിയും. യേശു ഇങ്ങനെ അത്ര ആ വസ്ത്രത്തിൻ്റെ അത് കളർ വസ്ത്രമാണ്. താൻ ഇട്ടിരിക്കുന്നതിൻ്റെ ഒരു ഇതുപോലെ നമ്മൾ കാണത്തില്ല, ഒരു ഷോള് പോലെ ഒരു ഭാഗം ഏതോ ഒരു ഇത് റെഡിഷ് ബ്രൗണിഷ് അങ്ങനെയാണ്ട് ഒരു കളറായിരുന്നു. പക്ഷേ വിവരിക്കാൻ വയ്യാത്തൊരു. അങ്ങനെ യേശു അവിടെ ഒരു വലിയ മൈതാനം, കണ്ണെത്താൻ വയ്യാത്തുള്ള ഒരു പ്ലെയിൻ മൈതാനത്തിൽ യേശു നടുക്കിരിക്കുക, താൻ മാത്രം. അപ്പം ഞാൻ കാണുന്ന കാഴ്ച, ആകാശത്തുനിന്നിങ്ങനെ ഓവൽ ഷേപ്പിലെ മേഘങ്ങൾ ഇങ്ങനെ താഴോട്ട് വരികയാണ്. ഇത് താഴോട്ട് വന്ന് യേശു ഇരിക്കുന്ന ആ മൈതാനത്തിൽ വന്ന് ഇങ്ങനെ വന്നങ്ങ് മുട്ടും, ഇങ്ങനെ അങ്ങ് തുറക്കും. ആ തുറക്കുന്ന സമയത്തിൽ ഏകദേശം ഒരു 50 ദൂതന്മാർ, സാറാഫികൾ നമ്മൾ പറയത്തില്ലേ, ആരാധന പർവ്വതത്തിലിരിക്കുന്ന ആ ദൂതന്മാരിറങ്ങി അവരൊരു ബാച്ചായിട്ട് നിൽക്കും. അടുത്ത ബാച്ച് ഇങ്ങനെ ആ മൈതാനം മുഴുവനും ഈ ദൂതന്മാരെ കൊണ്ടങ്ങ് നിറഞ്ഞു. എത്തുവാർ 1000, 1000 എന്ന് പറയുന്നത് അന്ന് എനിക്ക് കാണാൻ സാധിച്ചു. നിന്റെ ദൂതന്മാരെങ്ങനെയാ 1000, 10,000 എന്ന് പറയുന്നത് അതുപോലൊരു മൈതാനത്തിൽ എല്ലാം നല്ല ഡിസിപ്ലിനിൽ, അത് ഈക്വൽ ഗ്യാപ്പിൽ എത്ര ഡിസിപ്ലിനിൽ അവർ നിന്നങ്ങോട്ട് നിന്നതിന് ശേഷം അവർ പാട്ട് പാടാൻ തുടങ്ങി, ആരാധിക്കാൻ തുടങ്ങി. ആ പാട്ടാണ് ചില സമയത്ത് ഞാൻ കണ്ണടയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ചില പാട്ടൊക്കെ കയറി വരത്തില്ലേ, അത് ആ പാട്ടല്ല. അതുപോലെ അന്നേരം ആ ഒരു ബന്ധം വരുമ്പോഴാണ് എനിക്കും അങ്ങനെ ഒരു പാട്ട് പാടാൻ സാധിക്കും ആത്മാവിൽ. അപ്പോൾ അവർ നിന്ന് പാടാൻ തുടങ്ങി. ഞാൻ പാടുന്ന സമയത്ത് ഞാൻ കണ്ടു അവരുടെ ഇൻസ്ട്രുമെൻറ്റ്സ് ഒന്നുമില്ല, പക്ഷേ അവരിങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ശരീരമൊക്കെ മൂവ് ചെയ്യുന്നുണ്ട്. ഡാൻസിൽ ചെറിയൊരു മിനി ഡാൻസ് പോലെ അവരിങ്ങനെ ആക്ഷൻ ചെയ്താണ് പാടുന്നത്. ആ പാടുന്ന സമയത്തിൽ പ്രിയരെ അവരുടെ ശരീരത്തിൽ നിന്ന് മ്യൂസിക് വരികയാണ്. ഓരോ ദൂതൻ്റെ നിന്ന് വരുന്നത് ഓരോ പ്രത്യേക മ്യൂസിക്കുകളാണ്. പക്ഷേ ഈ മ്യൂസിക്കുകൾ ഒന്നിനോടൊന്ന് ചേർന്ന് പോകുന്നതല്ലാതെ തമ്മിൽ കൊളീഷാകുന്നില്ല. അയ്യോ, ഞാൻ ആരാധന കണ്ട് ഇങ്ങനെ എനിക്കങ്ങ് ആവേശമായി. പക്ഷെ പെട്ടെന്ന് ദൈവം എന്നെ കാണിച്ചു തന്നു. ഞാനൊരു ചെളി നിറഞ്ഞ ചതുപ്പ് നിലത്തിലിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് അവിടുന്ന് വരണമെന്നുണ്ട്. യേശു അവിടെ നിന്ന് എന്നെ നോക്കി, താൻ ചിരിച്ചു. ഇപ്പോഴും ആ ചിരി എൻ്റെ മനസ്സിലുണ്ട്. എന്നോട് ചിരിച്ചിട്ട് കർത്താവ് പറഞ്ഞു, നീ എഴുന്നേറ്റ് എന്നോടുകൂടെ വന്ന് വിശ്രമിക്കാൻ പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞു, എന്നോടുകൂടെ വന്ന് വിശ്രമിക്കാൻ പറഞ്ഞു. ഞാൻ എഴുന്നേറ്റെങ്കിലും പെട്ടെന്നൊരു സംശയം, എന്നെപ്പോലൊരു പാപിയായ മനുഷ്യൻ എങ്ങനെ യേശുവിൻ്റെ അടുത്ത് എല്ലാം നോക്കണം. കാരണം അന്ന് കേട്ടത് വലിയ വിശുദ്ധന്മാരും പുണ്യപ്രവൃത്തി ചെയ്തവരൊക്കെയാണ് വിശുദ്ധന്മാർ, പുണ്യാളന്മാർ, അവർക്കൊക്കെ യേശുവിൻ്റെ അടുത്തിരിക്കാനുള്ള അറിവായിരിക്കുന്നു. ഞാനിങ്ങനെ സംശയിച്ചിരിക്കുമ്പോൾ യേശു എന്നോട് പറഞ്ഞു, ഞാൻ നിന്നെ ഈ സ്ഥാനത്താക്കും, ഞാൻ നിന്നെ അത് ഞാൻ അന്ന് വിശ്വസിച്ചു, ഇന്നും വിശ്വസിക്കുന്നു, എന്നും വിശ്വസിക്കുന്നു. പറഞ്ഞത് ആരാ? നിങ്ങളാരെങ്കിലും ആണോ? എൻ്റെ അപ്പനാണോ? അല്ല. ആരാ? സ്വർഗത്തിലെ ദൈവം എന്നോട് പറഞ്ഞു, നിന്നെ ഞാൻ ആ സ്ഥാനത്താക്കും. ഞാനതങ്ങ് വിശ്വസിച്ചിരിക്കുകയാണ്. അവനാക്കും. അത് ഏത് വിധത്തിലായാലും നമ്മളെ കൊണ്ടുപോയി ആക്കുമെന്ന് എനിക്ക് വിശ്വാസം. ഞാനത് അവിശ്വസിക്കുന്നില്ല. അതായിരുന്നു രണ്ടാമത്തെ ദർശനം. അങ്ങനെ ഞാൻ എഴുന്നേറ്റ് യേശു ഇരിക്കുന്നിടത്തേക്ക് യാത്ര ചെയ്യാൻ വരുമ്പോഴാണ് ഇതിൻ്റെ ഹൈറ്റ് മനസ്സിലാകുന്നത്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇതങ്ങ് വിശാലമായിട്ട് ഉയർന്നൊരു സ്ഥലമാണെന്ന് എനിക്ക് മനസ്സിലായി. ആ ദൈവത്തിൻ്റെ സാന്നിധ്യം നിറഞ്ഞ സ്ഥലത്തേക്ക് ഞാൻ ചെല്ലണമെങ്കിൽ എൻ്റെ കഴിവുകൊണ്ടൊന്ന് അങ്ങ് കിടക്കുക പൊക്കത്തിൽ, അതുപോലെ ഹൈറ്റായിട്ട് ആ പർവ്വതം കിടക്കുകയാണ്. എങ്കിലും ഞാൻ യാത്ര ചെയ്തു. ഈ പർവ്വതത്തിനോട് അടുക്കുന്ന സമയത്ത് മനസ്സിലായി അതിനും എനിക്കും തമ്മിലൊരു ചെറിയ നദി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ആ നദി ഒഴുകുന്നതായിട്ട് ഞാനിങ്ങനെ കണ്ടു. അവിടെ വന്നപ്പോൾ സ്റ്റോപ്പായി. നദി കണ്ടു, വെള്ളം കണ്ടു, ദർശനം പെട്ടെന്ന് മാറി. വലിയ സന്തോഷത്തോടെ ഞാൻ എഴുന്നേറ്റ് ലൈറ്റ് ഇട്ടു. അന്ന് ബൈബിൾ സൊസൈറ്റിയുടെ ആ ബൈബിൾ പെട്ടെന്ന് തുറന്നു കിട്ടിയത് റോമാലേഖനം 6-ാം അധ്യായമാണ്. അതൊന്നും നമുക്കറിയില്ലല്ലോ ഇതൊക്കെ എന്താണെന്ന്. റോമാലേഖനം 6-ാം അധ്യായത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? സ്നാനത്തെപ്പറ്റി എഴുതിയിരിക്കുന്നു. പഴയ മനുഷ്യനെ 6-ന്റെ 4-ാം വാക്യം ഒന്ന് വായിച്ച്. അവന്റെ മരണത്തിന് പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റ പോലെ. ഇതാണ് ആദ്യം എൻ്റെ കണ്ണിൽപ്പെടുന്ന വാക്യം. പിന്നീട് ഞാൻ അധ്യായം മുഴുവൻ വായിച്ചു. അത് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ സ്നാനപ്പെടണം. സ്നാനത്തെക്കുറിച്ച് എനിക്ക് സംശയമില്ലായിരുന്നു. കാരണം ഞാൻ പള്ളി സമുദായത്തിലായിരുന്ന സമയത്ത് ഞങ്ങളൊരു സെമിനാറിൽ റോമിലൊക്കെ പോയി പഠിച്ചിട്ട് വന്ന ഒരു പണ്ഡിതനായ ഒരു അച്ഛനുണ്ടായിരുന്നു, ചെറുപ്പക്കാരൻ അച്ഛൻ. അച്ഛന് ഞായറാഴ്ചയൊക്കെ ഞങ്ങളെ യങ്സ്റ്റേഴ്സിനെല്ലാം വിളിച്ചു കൂട്ടി പ്രാർത്ഥന വയ്ക്കും. അങ്ങനെ
വിളിക്കുകയും പ്രാർത്ഥിക്കുകയും ഡിസ്കഷൻ നടത്തുകയൊക്കെ ചെയ്യുന്നൊരു പതിവ് അച്ഛനുണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഏത് സംശയവും ചോദിക്കാം. അപ്പോൾ ഒരു ഓർത്തഡോക്സ് അച്ഛനല്ലായിരുന്നു. സാധാരണക്കാരൊക്കെ ഒരു ഓർത്തഡോക്സ് മെൻറ്റാലിറ്റി, ഇദ്ദേഹം അങ്ങനെയല്ല, കൂടെ ലിബറലായിരുന്നുകൊണ്ട് ഏത് ചോദ്യവും. അപ്പോൾ ഞാൻ അന്ന് ഓർക്കുന്നുണ്ട്, ഞാൻ എൻ്റെ കൂടെ പ്രാർത്ഥനയിൽ അല്ലെങ്കിൽ അന്നിരുന്ന ഒരു സഹോദരൻ ചോദിച്ചു, അച്ചോ ഇങ്ങനെ പെന്തിക്കോസുകാർ വെള്ളത്തിൽ മുക്കിയാണല്ലോ സ്നാനപ്പെടുത്തുന്നത്, നമ്മൾ തളിക്കുകയാണല്ലോ, എന്താ അതിൻ്റെ അർത്ഥം എന്ന് ചോദിച്ചു. ആ അച്ഛൻ പറഞ്ഞതെന്നറിയാവോ, ആദിമസഭയിൽ തളിപ്പില്ലായിരുന്നു, ആദിമസഭയിൽ കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ മുക്കുകയുമില്ലായിരുന്നു, ആദിമസഭയിൽ മാനസാന്തരപ്പെട്ടവരെയാണ് സ്നാനപ്പെട്ടത്, അതാണ് സത്യം. പെന്തിക്കോസുകാരുടെ സ്നാനമാണ് യഥാർത്ഥ ശരി എന്ന് ആര് പറയുന്നു? ഒരു റോമൻ കത്തോലിക്കായിലെ ഒരു പണ്ഡിതനായ അച്ഛൻ പറഞ്ഞ് ഞാനിപ്പോൾ ഓർക്കുന്നു. പിന്നെന്തിനാണ് അച്ഛോ ഈ കുഞ്ഞുങ്ങളെ സ്നാനപ്പെടുത്തുന്ന അടുത്ത ചോദ്യം ഒരുത്തും ചോദിച്ചു. അപ്പം അച്ഛൻ പറഞ്ഞു, സഭ വളർന്നപ്പോൾ 4-ാം നൂറ്റാണ്ട് കാലയളവൊക്കെ ആയപ്പോൾ സഭ വളർന്നപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് മരിക്കാൻ തുടങ്ങി. കുഞ്ഞുങ്ങൾ മരിക്കാൻ തുടങ്ങിയപ്പോൾ തള്ളമാർക്കും മാതാപിതാക്കന്മാർക്കും അസ്വസ്ഥത കൂടി. കാരണം സ്നാനപ്പെടാത്തവർ സ്വർഗ്ഗരാജ്യത്തിൽ പോകുക എന്നുള്ളതാണ് ഉപദേശം. അങ്ങനെയാണെങ്കിൽ ഈ കുഞ്ഞുങ്ങളുടെ ഗതി എന്താകും? അപ്പോൾ സഭ സുനകദോസ് കൂടി ഒരു തീരുമാനമെടുത്ത് നമുക്ക് ആദ്യം അവരെ എന്ത് ചെയ്യാം, ശിശുവായിരിക്കുമ്പോൾ ഒരു സ്നാനപ്പെടുത്താം. അപ്പോൾ അതിൻ്റെ തലതൊട്ടപ്പൻ അതിൻ്റെ ഗോഡ് ഫാദർ ഏറ്റു പറയണം. കാരണം അത് നിമിത്തം ഈ കൊച്ചു നരകത്തിൽ പോകത്തില്ലെന്നുള്ളത് ഈ പബ്ലിക്കിന് വിശ്വാസം വരുവാൻ വേണ്ടിയും അതേ ബേസ് ചെയ്ത് അവർ സുനകദോസ് സ്ഥാപിച്ചതാണ് ശിശുസ്നാനത്തിൻ്റെ തുടക്കം. ഇതന്ന് അച്ഛൻ വ്യക്തമായിട്ട് പറഞ്ഞു. മാത്രമല്ല ഫാദർ കൂടപ്പുഴ എന്ന് പറയുന്ന ഒരു റോമൻ കാത്തലിക് അച്ഛൻ എഴുതിയിരിക്കുന്ന സഭാചരിത്രത്തിൽ അത് പ്രത്യേകം ഉണ്ടെന്നുകൂടെ അച്ഛൻ കോട്ട് ചെയ്തു. ഈ അലക്സിൻ്റെ കയ്യിൽ ഏതാ മറ്റേ ഫ്രണ്ടിൻ്റെ കയ്യിൽ ഈ കൂടപ്പുഴയുടെ പുസ്തകമുണ്ട്, ഞങ്ങളത് പരിശോധിക്കുകയും ചെയ്തു, കറക്റ്റായിരുന്നു. രണ്ടാമത് ശിശുക്കളെ സ്നാനപ്പെടുത്താനുള്ള മറ്റൊരു കാര്യം, പണ്ട് ഹെരോദാവിൻ്റെ കാലത്ത് സെൻസസ് എടുക്കുന്ന പോലെ തന്നെ പിൽക്കാലത്തിൽ രാജാക്കന്മാരുടെ സെൻസസ് എടുത്തപ്പോൾ സെൻസസ് എടുക്കണമെങ്കിൽ അവരുടെ കുട്ടികളുടെ അംഗത്വം സഭയിലെ മെമ്പേഴ്സ്, ഒരു സഭയിൽ 50 വിശ്വാസികളുണ്ടെങ്കിൽ ആ 50 വിശ്വാസികൾ സ്നാനപ്പെട്ടെങ്കിലേ വിശ്വാസികളായിട്ട് എണ്ണപ്പെടത്തുള്ളൂ. അതുകൊണ്ട് എണ്ണം കൂട്ടിക്കാണിക്കാൻ വേണ്ടി അവരെന്ത് ചെയ്തു, ശിശുക്കളെ കൂടെ ഇങ്ങനെയാണ് ശിശുസ്നാനം ആദിമസഭയിൽ കയറി വന്നതെന്ന് ഈ അച്ഛൻ പറഞ്ഞത് എൻ്റെ ഓർമ്മയിലുണ്ടായിരുന്നു. ഈ ദർശനവും ഈ വചനവും കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി സ്നാനപ്പെടണം. പിറ്റേ ദിവസം ഞങ്ങൾ ഈ പെന്റിക്കോസ്റ്റ് മിഷനിലെ സാറിനെ പോയി കണ്ടു. സാറേ ഞങ്ങൾക്ക് സ്നാനപ്പെടണം എന്ന് പറഞ്ഞു. അദ്ദേഹം വിഷമിച്ചു പോയി. കാരണം അതൊന്നും പെട്ടെന്ന് സ്നാനപ്പെടുന്നു. 2-3 മാസം സഭയിൽ വന്ന് കാര്യങ്ങളൊക്കെ അപ്പോൾ പറഞ്ഞു, പിള്ളേരെ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് സഭയിൽ വന്ന് കേൾക്കേ, ഞങ്ങളൊരു സഭയിൽ വരുന്നതല്ല വിഷയം, സ്നാനപ്പെടണമെന്ന് ഞാൻ പറഞ്ഞു. എന്നെ ദൈവം കാണിച്ചു. ഞങ്ങൾ നിർബന്ധം പിടിച്ചപ്പോൾ അവരെന്ത് ചെയ്യുന്ന പറയാം, ശരി അടുത്ത ആഴ്ച മാസയെ കൊണ്ട് പോയി സ്നാനപ്പെടാം. ഈ മനുഷ്യൻ എന്ത് ചെയ്യുന്നറിയാമോ, ഞങ്ങൾക്ക് വേണ്ടി 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചു. സഭക്കാർ, ദൈവമേ ആ കുഞ്ഞുങ്ങളെ ഈ കൂട്ടായ്മ കൊണ്ടുവരണമേ, ഈ സത്യം നിലനിർത്തണം പറഞ്ഞ് ഒരു ഉപവസിച്ച് പ്രാർത്ഥിച്ചു. അടുത്ത ആഴ്ച പോയി സ്നാനപ്പെട്ടു. സ്നാനപ്പെട്ട ദിവസം മുതൽ എൻ്റെ തലയ്ക്ക് മേളിലൊരു പ്രകാശം. സ്നാനപ്പെട്ട് ഞാൻ കയറിയ സമയത്തിൽ അന്ന് പാസ്റ്റർ ഫിലിപ്പ് എന്ന് പറയുന്ന കൊട്ടാരക്കല്ലെ സെൻട്രൽ പാസ്റ്റർ അപ്പച്ചനെ അവിടെ എന്നെ സ്നാനപ്പെടുത്തി. താൻ അതിനുശേഷം കരയ്ക്കേറി പ്രാർത്ഥിക്കുമ്പോൾ ഞാനൊരു ദർശനം കണ്ടു. എൻ്റെ തലയ്ക്ക് മേളിലൊരു വെളിച്ചം വന്ന് നിൽക്കുകയാണ്. ആ വെളിച്ചം ഇങ്ങനെ നിന്നപ്പോൾ ശരീരത്തിലെല്ലാം കുളിർ കോരുന്നൊരു അനുഭവം ഉണ്ടായി. ഞാൻ അപ്പച്ചനോട് ചോദിച്ചു, അപ്പച്ച ഇങ്ങനെ ഒരു ദർശനം കണ്ടല്ലോ, അത് മോനെ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുന്നതിനാ, നീ പെട്ടെന്ന് അഭിഷേകം പ്രാപിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ചു വിട്ടു. നെടുമുടി സഭയിൽ ഞങ്ങളിങ്ങനെ ആരാധനയ്ക്ക് പോകും. ഈ വെളിച്ചം എൻ്റെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന എപ്പോഴും ഞാൻ സ്വപ്നത്തിൽ ഇത് കാണും, കണ്ണടച്ചാവുന്ന ഈ വെളിച്ചം കാണും. അങ്ങനെ ഇരിക്കുന്ന സമയത്തിൽ ഒരിക്കൽ നെടുമുടി ബസ് സ്റ്റാൻഡിൽ കൂടെ ഞാൻ കാത്തിരിപ്പ് യോഗത്തിന് ജനുവരി 13-ാം തീയതി 7-ാം തീയതി കാത്തിരിപ്പ് യോഗത്തിന് വേണ്ടി അതിശീഘ്രത്തിൽ ഞാൻ നമ്മുടെ ജോലിക്കാരോട് പറഞ്ഞ് കടയെ കടച്ചേക്കാൻ പറഞ്ഞ് അങ്ങനെ പെട്ടെന്ന് ഞാൻ കാത്തിരിപ്പ് യോഗത്തിന് വരിക. 6:30 കഴിഞ്ഞു. 6:30 കഴിഞ്ഞിട്ട് വരുന്ന സമയത്തിൽ എൻ്റെ കൂടെ പഠിച്ച കുറേ ഫ്രണ്ട്സും ഒക്കെ യാദൃശ്യമായിട്ട് ഞങ്ങളോട് വെച്ച് കണ്ടു. അവരെന്നെ കണ്ടുകൊണ്ട് ഇടൂ തന്നെക്കുറിച്ചൊക്കെ ഇങ്ങനെ കേട്ടല്ലോ, തന്നെ സന്യാസിയാകാൻ പോകുന്നു, ഉപദേശിയാകാൻ പോകുന്നൊക്കെ കേട്ടല്ലോ, എന്തോ വിഷയം എന്നൊക്കെ അവരിങ്ങനെ അന്വേഷിച്ചു. എനിക്ക് അവരുടെ സുവിശേഷം പറയണമെന്നുണ്ട്. പക്ഷേ എൻ്റെ ആത്മാവിൽ എനിക്കൊരു അറിവുണ്ട്, ഇന്ന് എന്നെ അഭിഷേകം ചെയ്യും. ഞാനതുകൊണ്ട് ആ താല്പര്യത്തിനോട് പോകാനിറങ്ങിയപ്പോൾ പരിശുദ്ധാത്മാവിനെ വിലക്കി, നീ അവരോട് സുവിശേഷം പറയാം. ആ ബസ് സ്റ്റാൻഡിൽ നിന്ന് നല്ല തെളിവായ സുവിശേഷം പറഞ്ഞു വരികയും എന്നിട്ട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഏതായാലും ഇവരെല്ലാം കണ്ണടച്ചു. ഞങ്ങളുടെ ഈ പ്രാർത്ഥനയും കണ്ണടയും എല്ലാം കണ്ട് ആൾക്കാരെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിവിടെ സുവിശേഷം പറഞ്ഞ് പിന്നെ എങ്ങനെ ഫെയ്ത്തോൽ പോയെന്ന് എനിക്കറിയത്തില്ല. അന്നൊരു സെക്കൻഡ് സാറ്റർഡേയാണ്, മാസയോഗത്തിന് പാസ്റ്ററൊക്കെ പോയിരിക്കുകയാണ്. ഞങ്ങൾ കാത്തിരിപ്പ് യോഗത്തിന് ആകെ 5 പേരുണ്ട്. ഈ 5 പേരെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിൽ ഒരു 7:15 കഴിഞ്ഞ് 7:30 ആയി കാണും. ആ സമയത്തിൽ പെട്ടെന്ന് ഈ വെളിച്ചം എൻ്റെ അകത്തോട്ടങ്ങ് ഇറങ്ങി. ഞാൻ എടുത്തെറിയുന്ന പോലെ തുള്ളിച്ചാടി സന്തോഷിച്ച് ആത്മാവിൽ നിറഞ്ഞ് അന്യഭാഷ പറഞ്ഞ് പ്രവചിക്കാനൊക്കെ തുടങ്ങി.
1.5 മണിക്കൂർ അനുഭവത്തിൽ തുടർന്നുകൊണ്ടിരുന്ന എല്ലാവരും ആത്മാവിലായി. ഈ 9 മണിയായപ്പോഴേ പ്രാർത്ഥന ഇത് അങ്ങോട്ട് ക്ലോസ് ആയ സമയത്തിൽ ഒരു സുവിശേഷ വേലക്കാരി ഒരു സഹോദരി ചാടി എഴുന്നേറ്റ് സാക്ഷി പറയുക. എനിക്കെന്താ സംഭവിച്ചെന്ന് അവർ കണ്ടു. അവരവിടെ ദർശനം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ സഹോദരി സാക്ഷി പറഞ്ഞു, 7:30 ആയപ്പോൾ ഇങ്ങനെ എൻ്റെ തലയ്ക്ക് മുകളിൽ നിന്ന് വിളിച്ചു അകത്തോട്ട് ഇറങ്ങിയെന്നും അപ്പോഴാണ് അഭിഷേകം പ്രാപിച്ചെന്നും ആ സഹോദരി. ഇതുകൂടെ കേട്ടപ്പോൾ ഞാൻ വീണ്ടും അഭിഷേകത്തിലായി. 9:30 ആയപ്പോൾ ഫെയ്ത്ത് അവിടെ നിന്ന് ഇറങ്ങി വീട്ടിൽ ചെന്ന് എത്രയാണെന്നറിയാമോ? 2 മണി കഴിഞ്ഞു. 2:30 ആയപ്പോഴാണ് വീട്ടിൽ ചെന്ന്. ആ പോയ സ്ഥലത്ത് എല്ലാ വീടും തട്ടി, ഞങ്ങൾക്ക് പരിചയമുള്ള വീടാണ്, ഒരു 10-12 വീടുകൾ ഞങ്ങൾ തട്ടി തുറപ്പിച്ചു, ഞാനും ഈ അലക്സും കൂടെ. കാരണം യേശു ഇന്ന് വരും, യേശു ഇന്ന് രാത്രി വരും, യേശു ഇന്ന് വരും എന്നുള്ളതായ ആവേശത്തിൽ എല്ലാ വീട്ടിലും നായന്മാരുടെ ഹിന്ദുക്കളുടെയും പിന്നെ ക്രിസ്ത്യാനികളെല്ലാം. അവർക്ക് ചിലർക്ക് എന്താണെന്ന് മനസ്സിലായില്ല. ചിലർ പിറ്റേ ദിവസം അച്ഛനോട് ചോദിച്ചു എന്തോ സംഭവിച്ചത്. പക്ഷേ എല്ലാവർക്കും ഒരു പേടി ആത്മാവിൻ്റെ അഭിഷേകത്തിൽ. അങ്ങനെ പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ ആ സ്ഥലത്തിൽ ഒരു സുവിശേഷ യോഗം തന്നെ ആദ്യം വെച്ചു. പരിശുദ്ധാത്മാവിഷം പ്രാപിച്ചതിൻ്റെ എന്നിട്ട് ദേശത്തോട് ഞങ്ങളുടെ അനുഭവങ്ങൾ പങ്കിട്ടു. അതിനുശേഷം രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സൗഖ്യമാകും. അത് ദൈവം ഒരു പ്രവൃത്തിയോടെ ചെയ്തു. അങ്ങനെ 2.5 വർഷം കർത്താവിൻ്റെ വേല എല്ലാവിധത്തിലും ശരിയായ സുവിശേഷ പ്രവർത്തനം ആ കുട്ടനാടിൻ്റെ പ്രദേശങ്ങളിൽ മൈക്കൊക്കെ വാങ്ങിച്ച് ബോട്ടെടുത്ത് വള്ളത്തേൽ പല വിധത്തിൽ നടന്ന് രാത്രിയും പകലുമില്ല, ഉറക്കമൊന്നുമില്ല. ഉറക്കം വന്നെങ്കിലല്ലേ ഉറങ്ങുന്നത്. പകലെല്ലാം പ്രവർത്തിക്കും. ക്ലാസ്സിലാണെങ്കിലും ഇവിടെ ആണെങ്കിൽ ശരി അങ്ങനെ പ്രവർത്തിക്കും. രാത്രിയിൽ ക്ലാസ് കഴിഞ്ഞ് ഞങ്ങൾ ബാറ്ററിയൊക്കെ ആയിട്ട് വരും. ആലപ്പുഴയിൽ നിന്ന് ബാറ്ററിയൊക്കെ എടുത്ത് ചുമന്നുകൊണ്ട് ബസ്സിൽ കൊണ്ടുവന്ന് അവിടെ ഒരു ഒറ്റത്തടി വള്ളമുണ്ട് ഒരു പ്രിൻസിപ്പളിൻ്റെ. അദ്ദേഹം കത്തോലിക്കനാണ്, പക്ഷേ ഞങ്ങളുള്ള സ്നേഹത്തിൽ ആ വള്ളം തരും. ഞങ്ങൾ ആ വള്ളത്തെ മൈക്കൊക്കെ ഫിറ്റ് ചെയ്ത് വെച്ച് ലൈറ്റുമൊക്കെ ഇട്ട് ഞങ്ങളൊരു 5 പേര് ഈ വള്ളത്തിലങ്ങ് പോകും. 5 മണിക്ക് ഇറങ്ങിയാൽ 10 മണിക്ക് രാത്രി വരുന്നത്. അങ്ങനെ 2 വർഷം. പിന്നെ അവധി കിട്ടുന്ന ദിവസം വലിയ ബോട്ടെടുക്കും, വാടകയ്ക്ക് ബോട്ടെടുത്തിട്ട് അതിൽ സുവിശേഷം. മാസത്തിൽ 2 ദിവസം സുവിശേഷ യോഗം. എന്തോ ആ ആവേശത്തിനെ നടത്തിപ്പോരെല്ലാം ഞങ്ങൾക്ക് അനുവാദം തരുമായിരുന്നു. സാധാരണ TPM അങ്ങനെയൊന്നും അനുവദിക്കുന്നതല്ല. പക്ഷേ ഞങ്ങൾ തന്നെ പ്രസംഗിക്കും. പാസ്റ്റർ പ്രാർത്ഥിച്ച് തുടങ്ങും. ഒരു പഴയ കൊട്ടാരക്കരക്കാരൻ ഒരു ഗീവറീച്ചൻ പാസ്റ്ററായിരുന്നു. ഇവിടെ ഒരു മുഴയൊക്കെ ഉണ്ടായിരുന്നു വെച്ചാൽ നല്ലൊരു മനുഷ്യൻ. അദ്ദേഹം ഇതുപോലെ സമുദായത്തിനൊക്കെ വന്നതായതുകൊണ്ട് പുള്ളിക്ക് വലിയ ആവേശമായിരുന്നു. ആ വയസ്സുകാലത്ത് ഞങ്ങളിവിടെയൊക്കെ വരും, ഉത്സാഹത്തോടെ വന്ന് യോഗം വയ്ക്കും, രോഗശാന്തി നടത്തും. ഇങ്ങനെ ത്രില്ലായിട്ടൊരു വേല ചെയ്തു. 2.5 വർഷം കഴിഞ്ഞ് കർത്താവ് ഈ വേലയെക്കുറിച്ചൊരു ദർശനം അന്നേരം തന്നു. അങ്ങനെയാണ് മദ്രാസിൽ വന്ന് വേലയ്ക്കെടുത്തു. കോട്ടയത്ത് വെച്ചാണ് ഞാൻ വേലയ്ക്ക് ഉദ്ദേശിച്ചത്. കോട്ടയം കൺവെൻഷൻ 1981 മാർച്ച് മാസത്തിലെ കോട്ടയം കൺവെൻഷൻ കഴിഞ്ഞ് 31-ാം തീയതി ആണ് കൺവെൻഷൻ അവസാനിക്കുന്നത്. അപ്പം ഞാനും ഈ അലക്സ് അന്ന് അഭിഷേകം പ്രാപിക്കാഞ്ഞതുകൊണ്ട് അവനിങ്ങനെ നിൽക്കുകയാണ്. പക്ഷേ അതിനുശേഷം വേറൊരു സഹോദരൻ സമുദായക്കാരൻ്റെ അടുത്ത് വന്നു, അഭിഷേകം പ്രാപിച്ചു. 1.5 വർഷമേ ആയുള്ളൂ. ഞാൻ സുവിശേഷ വേലയ്ക്ക് പോകുമെന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു ഞാനും വരിക എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടും കൂടെ സുവിശേഷ വേലയ്ക്ക് പോകാം, പക്ഷേ ഇവിടെ ഇറങ്ങിയാൽ വീട്ടുകാരൊക്കെ പ്രശ്നം ഉണ്ടാക്കുമല്ലോ, അതുകൊണ്ട് മദ്രാസിൽ പോയി ഇറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ കോട്ടയം കൺവെൻഷൻ കഴിഞ്ഞ് വരുമ്പോഴേ ഞങ്ങളുടെ പാസ്റ്ററും പറഞ്ഞു, മക്കളെ വേലയ്ക്കിറങ്ങല്ലേ, ഇത് ഇച്ചിരി തീയാണ്, നിങ്ങൾ കാണുന്ന പോലല്ല, അതുകൊണ്ട് വേലയ്ക്കൊന്നും ഇറങ്ങണ്ട, പിന്നീട് ഇതുപോലൊക്കെ വേല ചെയ്തങ്ങ് ജീവിച്ചാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഞാൻ പറയും നമുക്ക് മദ്രാസിൽ ഇറങ്ങാം, അപ്പോൾ ഇവിടെ ആരും തടസ്സം വരത്തില്ല. എങ്കിലും പിന്നെ എന്ത് ചെയ്തു, എല്ലാ പാസ്റ്റർമാരെയും കണ്ട് യാത്ര ചെയ്ത് വരുമ്പോൾ ഒരു പാസ്റ്ററുടെ മുറി ചെന്നപ്പോൾ പാസ്റ്റർ ഒരു 15-16 കൂട്ടം കാര്യങ്ങൾ ഞങ്ങളോട് പറഞ്ഞു. നിങ്ങൾ ഒരു കാരണവശാലും വേലയ്ക്ക് വരരുത്. മറ്റൊന്നും കൊണ്ടല്ല, ഞങ്ങളുള്ള സ്നേഹത്തിൽ ഇതിനകത്ത് വന്ന് നിന്ന് പിടിക്കാൻ ഒത്തില്ലെങ്കിൽ പിള്ളേർ നഷ്ടപ്പെട്ടു പോകുന്നുള്ള വിഷമത്തിൽ താരൊരു 10-16 കൂട്ടം പറഞ്ഞു. അതിൽ 2 കൂട്ടം പറയാം. നിങ്ങളവിടെ ചെല്ലുമ്പോൾ അവിടെ സുവിശേഷ വേലയ്ക്ക് എടുത്തു കഴിയുമ്പോൾ അവിടെ കടയ്ക്ക് പോകാൻ പറയും. അങ്ങോട്ട് പോയിട്ട് വരുമ്പോൾ പച്ചമുളക് വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ അടുത്ത ആൾ കരിയാപ്പില വാങ്ങിക്കണം. ഇങ്ങനെ 6, 7, 9 പ്രാവശ്യമൊക്കെ നിങ്ങൾ ഒരു ദിവസം പോകേണ്ടി വരും. നിങ്ങൾക്കിത് പരിചയമില്ലാത്ത പിള്ളേരാണ്, നിങ്ങളുടെ മനസ്സ് ക്ഷീണിക്കും. ഇവിടെ നിങ്ങളുടെ വീട്ടിലായിരിക്കും ആരെങ്കിലും തുണി അലക്കി തരും, അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾ മറ്റുള്ളവരൊക്കെ തുണി അലക്കി കൊടുക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ പാസ്റ്റർ ഇത് പറയുമ്പോണ്ടല്ലോ ഞാൻ ടിക്ക് ചെയ്യുക, അതിനെന്താ കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യാൻ തുണി അലക്കിക്കൊണ്ട് കുഴപ്പമുണ്ട്. 9 പ്രാവശ്യം കടയ്ക്ക് പോകുമ്പോൾ ഒന്നിച്ചല്ലല്ലോ. അതോ എൻ്റെ മനസ്സ് പറയുന്നത് എന്താ, പാസ്റ്റർ പറഞ്ഞ് ഒരു ദിവസം 9 പ്രാവശ്യം പോകേണ്ടി വരും, എന്തെങ്കിലുമൊക്കെ പറഞ്ഞിങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുന്നു പറഞ്ഞു. അപ്പോൾ എൻ്റെ മനസ്സ് പറയുന്നത് 9 പ്രാവശ്യം കൂടെ ഒന്നിച്ചല്ലല്ലോ, ഒരു പ്രാവശ്യം പോയിട്ട് വന്നു, പിന്നെയും പോയിട്ട് വന്നു, അതിനെന്താ ഏതെങ്കിലും പ്രവൃത്തി ചെയ്യണമല്ലോ. അങ്ങനെ 9 അല്ല 10 പ്രാവശ്യം പറഞ്ഞാലും സാരമില്ല. അങ്ങനെ ടിക്ക് ചെയ്ത് പാസ്റ്റർ പറഞ്ഞല്ല, ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു. ഇതാ ദൈവം തന്നെ കൂടെ ഒരു ഇൻ്റർവ്യൂ നടത്തുമായിരുന്നു. പിന്നീട് എനിക്ക് മനസ്സിലായി. ഞാനെല്ലാം ടിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ മറീസേ ചിലപ്പോൾ ഇവിടെ വെച്ച് നമുക്ക് വേലയ്ക്ക് ഇറങ്ങേണ്ടി വരും എന്ന് പറഞ്ഞു.
അപ്പോൾ ഞങ്ങൾ രണ്ടും കൂടെ കൈവച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ ബാക്കി എല്ലാവരും വേലയ്ക്ക് തടസ്സപ്പെടുത്തിയപ്പോൾ പാസ്റ്റർ ടി വി തോമസ് എന്ന അസിസ്റ്റൻ്റാണ്. ഞങ്ങൾ തീരുമാനിച്ച് അങ്ങോട്ട് അകത്തോട്ട് കയറി. ഇങ്ങനെ കയറിയത് പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ പറഞ്ഞു, നമ്മൾ പാസ്റ്റർ ടി വി തോമസിൻ്റെ മുറിയിലേക്ക് ചെല്ലുമ്പോൾ അദ്ദേഹം ഒരക്ഷരം മിണ്ടാതെ ഫോം നമുക്ക് എടുത്തെന്ന് വെച്ച് പറയുക, നിങ്ങൾ ഇവിടെ ഇറങ്ങേണ്ടവരാണെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഇറങ്ങാം, ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം, മദ്രാസിൽ പോയി ഇറങ്ങാം. അപ്പം ഞങ്ങൾ ലാസ്റ്റ് ഞങ്ങളുടെ പാസ്റ്ററോട് യാത്ര ചെയ്തു, ബാഗ് എടുത്ത് തോളെ തൂക്കി പാസ്റ്റർ ടി വിയോട് കണ്ട് യാത്ര പറയാൻ വരുമ്പോൾ പുള്ളിക്കാരൻ വാതിക്ക് നിൽക്കുക. ഞങ്ങളെ കണ്ടാണ് പുള്ളി അകത്തോട്ട് പോയി, എന്തെങ്കിലും ആവശ്യമാണെന്ന് വിചാരിച്ചു. തിരിച്ചു വരുമ്പോൾ 2 ഫോമുമായിട്ട് വരികയാണ്. 2 ഫോമായിട്ട് വന്നിട്ട് ഞങ്ങളുടെ തന്നെ പറയും, നിങ്ങൾ ഇവിടെ ഇറങ്ങേണ്ടവരാ, മദ്രാസിൽ ഇറങ്ങേണ്ടവരല്ല. ഞങ്ങൾ ആ കാര്യം പറഞ്ഞിട്ടില്ല പുള്ളിയോട്. പുള്ളി ഇങ്ങോട്ട് പറയുകയാണ്, നിങ്ങൾ ഇവിടെ ഇറങ്ങേണ്ടവരാണ്, മദ്രാസിൽ ഇറങ്ങേണ്ടവരല്ല. ഇനി സംശയമുണ്ടോ? വേലയ്ക്കെടുത്ത് പാസ്റ്റർ ജേക്കബ് വേലയ്ക്കെടുത്ത് ഞാൻ പറഞ്ഞു, കുട്ടികളെ നിങ്ങൾ ഒരു കാരണവശാലും ഇനി ഈ സെൻട്രൽ ഫെയ്ത്തോവിലേക്ക് വരരുത്. നോക്കണം, നിങ്ങൾ വേലയ്ക്കെടുത്ത് ശരി, പക്ഷേ ഈ സെൻട്രൽ ഫെയ്ത്തോവിലേക്ക് ഇനി കാല് കുത്തരുത്, നിങ്ങൾ നേരെ മദ്രാസിലേക്ക് വന്നേക്കണം. വേലയ്ക്കെടുത്തതിന് ശേഷം പാസ്റ്റർ ടി വി തോമസും അത് തന്നെയാണ് പറഞ്ഞത്. നിങ്ങൾ ഇങ്ങോട്ടെങ്ങാനും വന്നാൽ അവറാച്ചനപ്പച്ചനാണ്, നിങ്ങളെ പിന്നെ പുറം ലോകം കാണിക്കത്തില്ല, ഇവിടെ നിർത്തിക്കളയും. പിന്നെ നിങ്ങൾ വല്ല പാസ്റ്റർമാർക്ക് കാര്യം പിടിച്ച് നിങ്ങളുടെ താലന്തുകളെല്ലാം നഷ്ടപ്പെടും. അതുകൊണ്ട് നിങ്ങൾ മദ്രാസിലേക്ക് പോയി ഇങ്ങോട്ട് തിരിച്ച് വരികയേ വേണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ ഉടനെ തിരിച്ച് പോയി ബുക്ക് ചെയ്തു. 15-ാം തീയതി ബുക്ക് ചെയ്ത് എല്ലാം റെഡിയാക്കി കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പറഞ്ഞു ഞാൻ പോവുകയാണ്. പിന്നെ വീട്ടുകാർക്ക് ഫാദറിനൊക്കെ മനസ്സിലായി. അവസാനം ഫാദർ ഒരു കാര്യം ചെയ്യും, നിങ്ങളുടെ പാസ്റ്റർമാരെ വിളിച്ചിട്ട് പ്രാർത്ഥന വെച്ചിട്ട് പോകാൻ പറഞ്ഞു. അങ്ങനെ മറ്റവൻ വന്നത് വീട്ടുകാർ പോലും അറിഞ്ഞില്ല, അറിഞ്ഞാൽ വിടത്തില്ല. അതുപോലൊരു ഫാമിലിയാണ്. ഒരു ദിവസം ഞങ്ങൾ പെട്ടിയൊക്കെ വാങ്ങിച്ച് കുറേ തുണിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് ആലപ്പുഴയിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ ഇവൻ്റെ അപ്പൻ ഈ പെട്ടിയും ചുമന്നുകൊണ്ട് വന്ന വർഗീസിനെ കണ്ടപ്പോൾ, വർഗീസ് നീ ഇങ്ങോട്ട് പോകടാ. അപ്പച്ചാ ഞാൻ സുവിശേഷ വേലയ്ക്ക് പോവുക. അപ്പം എന്നും ഇതല്ലേ, മിക്കവാറും വീട്ടിൽ നിന്ന് പോകുമ്പോഴൊക്കെ ഇത് പറഞ്ഞുകൊണ്ട് ഇറങ്ങുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ വിചാരിച്ചു ഇതുപോലെ കണ്ട് പോയിട്ട് വരാൻ വേണ്ടിയാണ് പോകുന്നത് വിചാരിച്ചു. പക്ഷെ പോയി കഴിഞ്ഞപ്പോഴാണ് അവർ വീട്ടുകാർക്ക് മനസ്സിലായത് ഇത് പോയത് പോക്കായിപ്പോയി. എൻ്റെ ദൈവമേ, ആ തള്ളയുടെ കരച്ചിൽ പിന്നീട് നാട്ടുകാർ പറയുന്നതാണ്. അങ്ങനെ ഞങ്ങൾ സുവിശേഷ വേലയ്ക്ക് പോയി. കോട്ടയത്തേക്ക് നിങ്ങൾ തിരിച്ച് വരരുതെന്ന് പറഞ്ഞുകൊണ്ടാണ് പോയത്. എനിക്കും തിരിച്ച് കേരളത്തിലേക്ക് വരുന്നതിൽ ഒരു ശകലം പോലും താല്പര്യമില്ല. കാരണം അതിൻ്റേതായ രീതി അങ്ങനെ ഈ പറഞ്ഞ പോലെ ഒരു സ്വാതന്ത്ര്യമോ അല്ലെങ്കിൽ ശരിക്കും സുവിശേഷ പ്രവർത്തനം ചെയ്യാനും നമുക്ക് സ്വാതന്ത്ര്യമില്ല. ഇവിടെ വേറൊരു കൾച്ചർ ആയതുകൊണ്ട് വടക്കേ ഇന്ത്യയിലോ തമിഴ്നാട്ടിലൊക്കെ പോയി കർത്താവിന് വേണ്ടി മരിക്കണമെന്നുള്ള ആ തീക്ഷ്ണതയിൽ നിന്നുകൊണ്ട് ട്രെയിനിങ് കഴിഞ്ഞു എനിക്ക് കൊട്ടാരക്കരയ്ക്കാണ് ആദ്യം ട്രാൻസ്ഫർ വന്നത്. ട്രെയിനിങ് എല്ലാം കഴിഞ്ഞപ്പോൾ ലിസ്റ്റ് വായിച്ചപ്പോൾ എനിക്ക് കൊട്ടാരക്കര. ഞാൻ രാത്രി പോയി, കർത്താവ് എനിക്ക് കേരളത്തിൽ ആണോ നീ ഉദ്ദേശിക്കുന്നത്, അവിടെ ചെന്നാൽ എന്തോ ചെയ്യാനൊക്കും, ഇങ്ങനെ ഭാഷ ഇങ്ങനെയൊക്കെ നടക്കാമെന്നല്ല, ശരിക്കും സുവിശേഷ പ്രവർത്തനം ചെയ്യാനൊക്കത്തില്ലല്ലോ എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, പിറ്റേ ദിവസം പാസ്റ്റർ ഫിലിപ്പിയാണ്ടപ്പുള്ള ലിസ്റ്റ് മാറ്റി വായിച്ചു. പിറ്റേ ദിവസം വീണ്ടും അടയാറിൽ ലിസ്റ്റ് വീണ്ടും ഡിക്ലെയർ ചെയ്തു, ചെറിയാങ്കുഞ്ഞ് കെല്ലീസ്, ബാക്കി എല്ലാവരുടെയും അതുപോലെ. അങ്ങനെ കെല്ലീസ് 2 വർഷം കഴിഞ്ഞു. നാഗപട്ടണം മിനിസ്ട്രി എന്ന് വളരെ രസകരമായൊരു മിനിസ്ട്രിയായിരുന്നു. നാഗപട്ടണം എന്ന് പറയുന്നത് പാസ്റ്റർ പോളിൻ്റെ കാലത്തിൽ ആരംഭിച്ചൊരു വേലയാണ്. ആ സമയത്തിൽ വേല ആരംഭിച്ചെങ്കിലും പാസ്റ്റർ ആൽവിനൊക്കെ അവിടെ പ്രവർത്തിച്ച സ്ഥലങ്ങളാണ്. രണ്ടാമത് പാസ്റ്റർ ജേക്കബ് അവിടെ ഇരുന്ന് വേല ചെയ്തതാണ്. നമ്മുടെ ചീഫ് പാസ്റ്റർ ജേക്കബ് അവിടെ ഇരുന്ന് വേല ചെയ്തതാണ്. അങ്ങനൊരു വേല അവസാനത്തിൽ പിശാച് തകർത്ത്. കാരണം വേളാങ്കണ്ണി, നാഗൂർ, തിരുവാരൂർ 3 വേൾഡ്ലി ഫേമസ് ടെമ്പിളാണ് അവിടെ. 3 പ്രവർത്തിക്കുന്ന 3 രാജാക്കന്മാരുടെ ശക്തിയാണ് അവിടെ. 3 അധോലോക ശക്തികൾ അവിടെ ഉണ്ട്. ഇത് പറഞ്ഞാൽ ആർക്കും മനസ്സിലാകത്തില്ല. അങ്ങനെ അവിടെ നമ്മുടെ വേല അവസാനത്തിൽ പരാജയപ്പെട്ടു. മിക്കവാറും സുവിശേഷ വേലക്കാരവിടെ ചെന്നാൽ ഒന്നിൽ അവർക്ക് തലയ്ക്ക് സ്ഥിരമില്ലാതായി തീരും, അല്ല വേല വിട്ടു. അതുകൊണ്ട് പിന്നെ വേലക്കാരെ വർഷങ്ങളോളം അവിടെ വെച്ചില്ല. പിന്നെ ഒരു ഓർഫനേജൊക്കെ നടത്തിക്കൊണ്ടിരുന്ന ഒരു സഹോദരിയെ വേലയ്ക്ക് വന്നു, അവരെ അവിടെ വിട്ടു. അവരിങ്ങനെ വിസിറ്റ് ചെയ്ത് വരും. 2 വിശ്വാസികളുണ്ട് അവിടെ. ബാക്കി എല്ലാവരും ട്രാൻസ്ഫറായിപ്പോയി, കുറേ പേര് പിന്മാറിപ്പോയി. 2 വിശ്വാസികൾ അവശേഷിച്ചു. അവർക്ക് വേണ്ടി എവിടെയെങ്കിലും ഒരു പ്രാർത്ഥന നടത്തും. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സാമെന്ന് പറയുന്ന ഒരു ദൈവദാസൻ, ഒരു നല്ല ത്യാഗിയും പ്രാർത്ഥനാവീരനുമായ ഒരു മനുഷ്യനെ അവിടെ വിട്ടു. പുള്ളിക്കാരൻ അവിടെ ചെന്ന് വേലയുടെ വീണ്ടും വീര് പിടിപ്പിച്ചു. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമുക്കവിടെ ഒരു വാടക വീട് കിട്ടി. ആ വാടക വീട് സ്വന്തമായിട്ട് വാങ്ങിക്കാൻ ഉപയോഗിച്ചപ്പോൾ ഈ വീടിനെ താമസിച്ചുകൊണ്ടിരുന്ന ഒരു എന്താ പറയുക, റെൻ്റ് താമസിക്കുന്ന മനുഷ്യൻ ഒരു ഫിസിക്കൽ എക്സസൈസ് മാസ്റ്ററായിരുന്നു. പുള്ളി അത് ചുളിവിൽ വിലയ്ക്ക് വാങ്ങിക്കാൻ വേണ്ടിയുള്ള പദ്ധതി ഇരിക്കുമ്പോഴാണ് നമ്മൾ വിലയ്ക്ക് വാങ്ങിക്കാൻ ചെല്ലുന്നത്.
ഈ മനുഷ്യൻ എന്ത് ചെയ്യുന്നറിയാവോ? ആ വൈരാഗ്യത്തിന് നമ്മുടെ ഈ ദൈവദാസനെ നടു റോഡിൽ വെച്ച് തൻ്റെ അംബാസഡർ കാർ കൊണ്ട് ഇടിച്ച് പാർശ്വ തെറിച്ചു പോയി. പക്ഷെ ഒന്നും സംഭവിച്ചില്ല, ചെറിയ പരിക്കോടുകൂടി രക്ഷപ്പെട്ടു. ഇതൊരു വെള്ളിയാഴ്ച പകലായിരുന്നു. അടുത്ത വെള്ളിയാഴ്ച അതേ റോഡിൽ വെച്ച് ആ സ്ഥലത്തിൽ പുള്ളി കാർ ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ അവിടെ വെച്ച് എൻ്റെ വണ്ടി ബ്രേക്കായി തനിക്ക് അറ്റാക്ക് വന്ന് മരിച്ചു. അപ്പോൾ നാട്ടുകാർ പറഞ്ഞു, ഇത് പെന്തുക്കോസ് സ്വാമിയാരോട് ചെയ്തതിൻ്റെ ശിക്ഷാ കടവുകൾ കൊടുത്താന്ന് പറഞ്ഞൊരു പബ്ലിസിറ്റി, ഫസ്റ്റ് പബ്ലിസിറ്റി അവിടെ. അതോടുകൂടി വീണ്ടും ചില ആത്മാക്കളോടെ കടന്നു വന്നു. വേലയെ വീണ്ടും സമൃദ്ധിയിലേക്ക് കൊണ്ടുപോകാൻ ഒരു കൃപാവരമുള്ളൊരു മനുഷ്യനെ അങ്ങോട്ട് അയച്ചു. പക്ഷേ അവൻ നിഗളിയായി പോയതുകൊണ്ടും വിശ്വസ്തനല്ലാഞ്ഞതുകൊണ്ട് അവിടെ ചെന്നപ്പോൾ അവർ വീണ്ടും അവന് വിശാരി പിടിക്കാൻ തുടങ്ങി. അപ്പോഴത്തേക്ക് ഞാൻ സെൻട്രൽ ഫെയ്ത്തോലിരിക്കുക. പാസ്റ്റർ എം ജി എബ്രഹാം എന്നോട് പറഞ്ഞു, നമുക്ക് പോകാം, നാഗപട്ടണത്ത് പോകാം, അവിടെ ചില പ്രശ്നമുണ്ട്, ചിലപ്പോൾ നീ അവിടെ ഇരിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോയി. അദ്ദേഹത്തെ വണ്ടിയെ കയറ്റി ഞാൻ അവിടെ ഇരുന്നു. ഞാനിരുന്ന് അവിടെ ഒരു അത്തിമരമുണ്ട്, അവിടെ 3 ശാഖയുള്ളതായ ഒരു അത്തിമരം ഒരു വളർന്നിപ്പോണ്ട്, നല്ല കായൊക്കെ വിടുന്നത്. ഞാൻ അതിൻ്റെ ചുവട്ടിൽ പോയി പ്രാർത്ഥിക്കുക. ആദ്യമായിട്ട് പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിൽ സിസ്റ്റേഴ്സ് വന്നിച്ചും പറഞ്ഞു, മദർ വന്നിച്ചും പറഞ്ഞു, അവിടെ എൽഡർ സിസ്റ്റർ എന്നാണ് പറയുന്നത്. എൽഡർ സിസ്റ്റർ പറഞ്ഞു, ബ്രദറെ എവിടെ നിന്ന് പ്രാർത്ഥിക്കരുത്, കുമാർ ഇതിൻ്റെ ചുവട്ടിരുന്ന് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തിന് ഈ മാനസിക പ്രയാസം ഉണ്ടായതുകൊണ്ട് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. എൻ്റെ അഭിഷേകം ഇതുപോലെ സമ്മതിക്കുമോ? ഞാൻ പറഞ്ഞു, അങ്ങനെ യേശു ക്രിസ്തുവിനേക്കാൾ വലിയവരുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അദ്ദേഹത്തെ അവരെ സേവിക്കാം. യേശുവാണ് ദൈവമെങ്കിൽ അത്തിമരമാണ് വലിയ വിഷയം. എവിടെയായാലും ആ സ്പിരിറ്റിനെ അവർ ബന്ധിക്കും. ഒന്നുകിൽ ഇവിടെ ശരിയായ വേല ചെയ്യണം, അല്ലെങ്കിൽ ഇവിടെ ചെയ്യാൻ ഇന്നത്തോണ്ട് നിർത്തണമെന്ന് പറഞ്ഞ് ഞാനൊരു പിടിവാശിയും പിടിച്ച് അവിടെ നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവിടെ നിന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കങ്ങ് അഭിഷേകം കൂടി വരിക. നല്ല അഭിഷേകത്തിൽ ആത്മാവിൽ അന്യഭാഷയിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനൊരു ദർശനം കാണും. ദർശനമാണോ റിയാലാണോ എന്ന് പോലും എനിക്കറിയത്തില്ല. ഞാൻ നോക്കുമ്പോൾ ആകാശത്തിൻ്റെ അറുതിയിൽ നിന്ന് 3 കുതിരകളെ തെളിച്ചു വരികയാണ്. നല്ല സൂപ്പർ കുതിരകൾ. ഭൂമിയിലൊക്കെ അങ്ങനെയുള്ള കുതിരയുണ്ടോ എന്ന് പോലും ഈ സംശയം. നല്ല രാജാക്കന്മാർ, നല്ല എക്സലൻ്റ് പേഴ്സണാലിറ്റിയുള്ള 3 രാജാക്കന്മാർ അതിൻ്റെ പുറത്തിരിക്കുന്നു. 3 രാജാക്കന്മാർ ഈ കുതിരയെ തെളിച്ചുകൊണ്ട് അടിച്ച് പറപ്പിച്ച് വരികയാണ്. അവർ വന്ന് നല്ല രസമാണ്. നല്ല സിനിമയിലൊക്കെ, ഇംഗ്ലീഷ് സിനിമയിൽ കാണുന്ന പോലൊക്കെയായിരുന്നു. അതുപോലെ തെളിച്ചു വന്നിട്ട് ഞാൻ നിന്ന ആ സ്ഥലത്തോടൊന്ന് പിടിച്ചൊരു നിർത്തി, സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തിയിട്ട് ഒരു അലർച്ച. ഞങ്ങളുടെ അവകാശത്തിലേക്ക് നീ ഇവിടെ വരുവാൻ എന്ത് നിനക്കാര്യം എന്നും പറഞ്ഞുകൊണ്ടൊരു അലർച്ച. വേറെന്തൊക്കെയോ പറഞ്ഞ് എനിക്ക് മനസ്സിലായില്ല. ഇവരിത് പറഞ്ഞപ്പോഴും ഞാനങ്ങ് ആത്മാവിലായി. ഉടനെ ഞാൻ പറഞ്ഞു, ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും യഹോവയ്ക്കുള്ളതാണെന്ന് നിനക്കറിയത്തില്ലെന്ന് ചോദിച്ചു. ഞാൻ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായവൻ്റെ ദാസനാന്ന് പറഞ്ഞു. ഇത്രയും പറഞ്ഞതറിയാം. ഈ 3 പേരും കൂടെ ചേർന്ന് ഒറ്റ മനുഷ്യനായിത്തീർന്നു, ഒറ്റ വ്യക്തിയായിത്തീർന്നു. എന്നിട്ട് ഞാനുമായിട്ടൊരു ദ്വന്ദ്വയുദ്ധമാണ്. സിസ്റ്റേഴ്സ് പറഞ്ഞ് ഏകദേശം 3/4 മണിക്കൂറോളം ബ്രദർ അവിടെ കിടന്ന് അന്യഭാഷ പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഞങ്ങളും പേടിച്ചു പോയി. ഞങ്ങൾ ഇവിടെ നിന്ന് അങ്ങ് പ്രാർത്ഥന തുടങ്ങി. 3 പേരുണ്ടായി. അവർ 3 പേരും പ്രാർത്ഥന തുടങ്ങി. 3/4 മണിക്കൂർ ശരിക്കും പ്രാർത്ഥിച്ച് ഞാൻ വേർത്ത് കുളിച്ചു. ആത്മാവിൽ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ കണ്ടൊരു കാഴ്ച എന്നാന്ന് ചോദിച്ചാൽ, സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ ഇറങ്ങി വന്നു. സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ ഇറങ്ങി വന്ന് ഒരു പിച്ചള തൊടലുമായിട്ട് വന്ന് ഈ ഫെയ്ത്ത് ഹോമിൻ്റെ ഒരു കോർണറിൽ ഒരു പിച്ചള തൂണയിൽ ഇവരെ അങ്ങ് ബന്ധിച്ചു. പിറ്റേ ദിവസം മുതൽ നമ്മുടെ വേല അനുഗ്രഹിക്കപ്പെട്ടു. 40ഓളം ആത്മാക്കളെ ആ സമയത്ത് കിട്ടി. ഹോള് പണിതു. വേല എസ്റ്റാബ്ലിഷായി. അവിടുന്ന് മാറി തിരുവണ്ണാമലയ്ക്ക് വന്നു. തിരുവണ്ണാമലയിലിരിക്കുന്ന സമയത്തിൽ പ്രിയരെ, ചില മാസങ്ങൾ വേല ചെയ്തപ്പോൾ ഒരു വെളുപ്പാങ്കാലത്ത് സ്തോത്ര പ്രാർത്ഥനയ്ക്ക് ഞാൻ എഴുന്നേൽക്കുന്ന സമയമുണ്ട്. 3:50 ആകുമ്പോൾ എഴുന്നേക്കും. 3:55 ആകുമ്പോൾ എഴുന്നേക്കും. 3:55 ആയപ്പോൾ 2 പേരെൻ്റെ മുറിക്കകത്തോട്ട് കയറി വന്നു. ഞാൻ എഴുന്നേറ്റ് എനിക്കറിയാം, കട്ടിലേൽ എഴുന്നേറ്ററിയാം ഇവരാരോ കയറി വന്ന പോലെ എനിക്ക് തോന്നി. 2 പേർ വന്ന് ഞാൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഒന്ന് കർത്താവായ യേശുവായിരുന്നു. യേശുവിൻ്റെ മുഖം ഒരിക്കലും നമുക്ക് വ്യക്തമായിട്ട് കണ്ടുപിടിക്കാൻ, പക്ഷെ നമുക്കറിയാം യേശുവാണ്. കൂടെ വന്നത് അന്ന് കോട്ടയത്തിരുന്ന കൊച്ചുണ്ണി പാസ്റ്ററായിരുന്നു. ടി.വി. തോമസ് പാസ്റ്റർക്ക് ശേഷം കൊട്ടാരക്കരയിലെ ഒരു കൊച്ചുണ്ണി പാസ്റ്റർ നാഗർകോവിൽ വെച്ച് മരിച്ചുപോയ അദ്ദേഹമായിരുന്നു. യേശുവും ഇദ്ദേഹം കൂടെ എൻ്റെ മുറിക്കകത്ത് കയറി വന്നിച്ച് എൻ്റെ അടുത്ത് വന്ന് യേശു എന്നെ നോക്കി ഒന്ന് ചിരിച്ചും പറഞ്ഞു, ഞാൻ നിന്നെ കോട്ടയത്തേക്ക് അയക്കാൻ പോവാന്ന് പറഞ്ഞു. അപ്പോൾ കോട്ടയത്ത് അന്ന് പ്രശ്നത്തിൻ്റെ മൂർധന്യാവസ്ഥ നിൽക്കുകയാണ്. അതാ പേരുമാറ്റ സമയത്തിൽ ഇങ്ങനെ പാസ്റ്റർ കെ സി വർഗീസ് കോട്ടയത്തേക്ക് ട്രാൻസ്ഫറായി വന്ന് ചില ഫെയ്ത്തും അവർ പിടിച്ചെടുത്തു. പ്രശ്നങ്ങൾ അങ്ങനെ രൂക്ഷമായി നടന്നു. പാസ്റ്റർ തിരുവഞ്ചൂരോ അവിടെ മീറ്റിംഗ് നടത്തിയിട്ട് തിരിച്ചു വരുമ്പോൾ ഇവർ സീക്കാർ കല്ലെറിഞ്ഞ് പുള്ളിയുടെ ടയറെല്ലാം കുത്തിക്കയറാൻ വരുമ്പോൾ പുള്ളി അതിനകത്തിരുന്നുകൊണ്ട് ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആ സമയത്ത് എഴുതിയ പാട്ടാണ്, ഒന്നായിരുന്നവരും ഒന്നിച്ചു ഭുജിച്ചവരും നിന്ദിച്ചു നിൻ
എന്നിട്ട് ഒന്നായിരുന്നോരും ഒന്നിച്ചു പൂജിച്ചവരും നിന്നിച്ചു നിൻ അവകാശത്തെയും. ഇത് തൻ്റെ വായിൽ പെട്ടെന്ന് ദൈവം കൊടുത്ത പാട്ട്. അങ്ങനെയാണ് യേശുവേ, ആ പാട്ടല്ലോ, നിന്നിൽ ഞാൻ ആശ്രയിക്കുന്നേ. നോക്കിയേ, ശത്രുക്കള് തൻ്റെ കാറിന് ചുറ്റും കത്തിയും വടിയും ഒക്കെ ആയിട്ട് വന്ന് തന്നെ ആക്രമിക്കാൻ വരുന്ന ആരാ? ഇതിനകത്ത് ആരാധിച്ചവർ, ഈ പെന്തിക്കോസ്റ്റിൽ തന്നെ ആരാധിച്ച്, സിലോൺ പെന്തിക്കോസ്റ്റിൽ ആരാധിച്ച് പേരിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് രാക്ഷസന്മാരെ പോലെ ആയവർ തൻ്റെ കാറിനെ ആക്രമിക്കാൻ താൻ അവിടെ വരുന്ന സമയത്തിൽ താൻ ഈ പാട്ടാ പാടി അവിടെ ഇരുന്നു. യേശുവേ നിന്നിൽ ഞാൻ ആശ്രയിച്ചിടുന്നേ, നീ തന്നെ എൻ ദൈവമെന്നു ഞാൻ അറിയുന്നു. യേശുവേ നിന്നിൽ ഞാൻ. ഏതായാലും താൻ ആ പാട്ട് മുഴുവനും കാരണത്തിരുന്നങ്ങ് പാടി. ഏതാ പുതിയ പാട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം എഴുതിയ പോലെ പുള്ളി അങ്ങ് പാടിക്കഴിഞ്ഞപ്പോൾ എല്ലാവരും അങ്ങ് പോയി. അപ്പോൾ ഈ സമയത്താണ് തിരുവണ്ണാമലയിൽ കർത്താവും കൊച്ചുണ്ണൻ പാസ്റ്ററാണ് അവിടുത്തെ അസിസ്റ്റൻറ്റ്, പാസ്റ്റർ KC പാസ്റ്ററുടെ അസിസ്റ്റൻ്റ് അദ്ദേഹമാണ്. ഇവരെന്നോട് വന്നിട്ട് എന്നോട് പറഞ്ഞു കോട്ടയത്തേക്ക് പോകണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, കർത്താവ് എനിക്ക് കോട്ടയവും വേണ്ട കേരളവും വേണ്ട, പിന്നെ നീ എന്നെ എവിടെയെങ്കിലും വടക്കേന്ത്യക്ക് അയക്കുക, എനിക്കൊരു രക്തസാക്ഷിയായിട്ട് മരിക്കണം, കേരളത്തിൽ പോയാൽ അവിടെ എന്തോ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് എന്നെ നോക്കി ചിരിച്ചിട്ട് പറഞ്ഞു, ഞാൻ നിന്നെ മുൻപ് പറഞ്ഞ ആ സമയം ഓർമ്മയില്ലെന്ന് ചോദിച്ചു. ഏത് സമയമാണെന്നറിയാമോ? 1979 ഈ പരിശുദ്ധാത്മാവിഷയം പ്രാപിച്ചിട്ട് ഞങ്ങൾ എല്ലാ മാസയോഗത്തിനും പോകും. ആ കാലയളവിൽ മാസയോഗത്തിന് പോകും. സുവിശേഷ വേലക്കാരോട് ഞങ്ങളും പോകും. ഞാനും ഈ സഹോദരനും കൂടെ നേരത്തെ, കാരണം ഞങ്ങളും സുവിശേഷ വേലയുടെ ഒരു ഭാഗമായി തീർന്നുകൊണ്ടിരിക്കുകയല്ലേ. അങ്ങനെ വെള്ളിയാഴ്ച അവിടെ ചെല്ലും. വെള്ളിയാഴ്ച അവിടെ ചെന്ന് വേലക്കാരുടെ മീറ്റിങ്ങിൽ ചിലപ്പോൾ ഞങ്ങളും ഇരിക്കും. ഞങ്ങളെ ആരും എഴുന്നേൽപ്പിച്ച് വിട്ടിട്ടുമില്ല. എന്താണെന്നറിയത്തില്ല. ഒരിക്കലൊരു ഉപദേശി പറഞ്ഞു, അവരിയ്ക്കുന്നു പറഞ്ഞപ്പോൾ പാസ്റ്റർ TV തോമസ് പറഞ്ഞു ഇരുന്നോട്ടെന്ന് പറഞ്ഞു. എന്താണെന്ന് എനിക്കറിയത്തില്ല, ഞങ്ങൾക്കിതൊന്നും അറിയത്തില്ലല്ലോ. അങ്ങിരുന്നു. അപ്പോൾ അതൊന്നും സ്റ്റഡിയൊന്നും മനസ്സിലായില്ല, കാരണം ഇവർക്ക് കൊടുക്കുന്നതല്ലേ. എന്നാലും കുറേയൊക്കെ ഇത് കഴിഞ്ഞ് ഈ പറഞ്ഞ പോലെ വേലക്കാരുടെ ഇടയിലെ കുശുമ്പും കുന്നേപ്പും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ട് പറയും. ഇതെല്ലാം കേൾക്കുമ്പോൾ നമുക്ക് ചങ്കുവേദന തുടങ്ങി. ദൈവമേ, നമ്മളിവരെ ആരായിട്ടാ? സ്വർഗീയ ദൂതന്മാരായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെപ്പോലെ വർത്തമാനമൊക്കെ പറയുകയും പിന്നെ ഒരാൾ കുറ്റം പറയുക, സെൻട്രൽ പാസ്റ്റർ കുറ്റം പറയുക, സെൻട്രൽ പാസ്റ്റർ മകളുടെ കുറ്റം പറയുക, ഇതെല്ലാം കേൾക്കുമ്പോൾ ചങ്കിനകത്ത് അങ്ങോട്ട് എല്ലാവരും അല്ല കേട്ടോ, ചുരുക്കം പേര്, ബാക്കി ആരും പറയുന്നില്ല. ആ പറഞ്ഞവരെല്ലാം പിൽക്കാലത്ത് ഞാൻ ട്രാൻസ്ഫറായി തിരിച്ചവിടെ ചെല്ലുമ്പോൾ ആരും ഇല്ല, എല്ലാവരും പോയി, പിന്മാറിപ്പോയി. അപ്പോൾ നോക്കണം. അപ്പം ഇങ്ങനെ കേട്ടപ്പോൾ ചങ്കുവേദന തുടങ്ങി. തന്നെയെല്ലാം നടത്തിപ്പെല്ലാം പാളിയൊരു സമയമായിരുന്നു. ആ സമയത്താണ് കോട്ടയത്ത് ലൈറ്റിൽ കൂടെ ഇറങ്ങി എഴുതി കാണിച്ചത്, ജീസസ് ഈസ് കമ്മിങ് സൂൺ, റിപ്പൻറ്റ്, മാനസാന്തരപ്പെടുക. കാരണം അതുപോലെ ഒരു പിന്മാറ്റത്തിൻ്റെ കാലയളവായിരുന്നു. അങ്ങനെയാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത്. അതിനുശേഷം പാസ്റ്റർ KC വർഗീസ് വന്നു, താൻ ആത്മാവിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു. അങ്ങനെ ശക്തിപ്പെടുന്ന സമയത്തിൽ അപ്പോൾ ഈ മാസയോഗം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു ദിവസം 79 തിരിച്ച് നെടുമുടി ഫെയ്ത്തോമിലെ കാത്തിരിപ്പിയവും കഴിഞ്ഞിട്ട് ഇതുപോലെ സഹോദരന്മാർ പ്രാർത്ഥിക്കുന്ന പോലെ ഞങ്ങളവിടെ നെടുമുടി പാലമുണ്ട്, നിങ്ങൾ കാണാം. ആ പാലത്തിൻ്റെ ഒരു സ്പാൻ വാർത്തിട്ടുണ്ട്, ബാക്കി പണി തുടങ്ങിയിട്ടേ ഉള്ളൂ. ആ ഒരു സ്പാൻ്റെ മേളിലിരുന്നുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്നറിയാവോ? പ്രാർത്ഥിക്കും. ഏണിയുണ്ട്, ഏണി വെച്ച് മേളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ശല്യമില്ല. ഞങ്ങൾ 3 സഹോദരന്മാർ 79 ഏതോ ഒരു മാസത്തിലാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിൽ ഞാൻ നോക്കുമ്പോൾ ഞങ്ങളെ കൂടാതെ 4മതൊരാൾ ഞങ്ങളുടെ പ്രാർത്ഥനയിലുണ്ട്. ഒരു മധ്യവയസ്കനാണ്, കുറച്ച് താടി നിറച്ചിട്ടുണ്ട്, മുടി നിറച്ചിട്ടില്ല, താടി കുറച്ച് നിറച്ചിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇനി പ്രാർത്ഥനയുടെ ശബ്ദം, ഞങ്ങൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കില്ല, പ്രാർത്ഥനയുടെ ശബ്ദം കിട്ടാനായിട്ട് കയറി വന്നാന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ കാണുമ്പോൾ ഞങ്ങൾ കരയുന്നതിനേക്കാൾ കണ്ണുനീരോടെ താൻ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്കെന്തോ കണ്ണു തുറന്ന് ഞാൻ പറഞ്ഞു, എന്താ അങ്ങ് കരയെന്ന് ചോദിച്ചു. ആരാ എപ്പോഴാണ് വന്നെന്ന് ചോദിച്ചു. എപ്പോഴാണ് വന്നതിന് മറുപടി പറഞ്ഞില്ല. നിങ്ങളെന്തിനാ കരയെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറയുക, മക്കളെ നിങ്ങൾ കരയുന്ന വിഷയം തന്നെയാണ് എൻ്റെ വിഷയവും, ഞാൻ ഈ കോട്ടയം വേലയെ ഓർത്ത് വളരെ ഭാരപ്പെടുകയാണ് എന്ന് പറയുകയും പെട്ടെന്ന് തൻ്റെ മുഖഭാവം മാറി. നോക്കുമ്പോൾ യേശുവാണ്. യേശുവിനോട് പറഞ്ഞു, ഞാൻ ഈ കോട്ടയത്തെ നവീകരിക്കുന്ന സമയം വരും, ഈ കോട്ടയം വേല ഞാൻ ഉദ്ധരിക്കുന്ന സമയം വരും, അന്ന് നീ എന്നോടുകൂടെ കോട്ടയത്ത് വേല ചെയ്യുമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ മറന്നുപോയി. ഞാൻ തമിഴ്നാട്ടിൽ ചെന്ന് തമിഴൊക്കെ പഠിച്ചു, തമിഴ് പ്രസംഗിക്കുകയും ആ ത്രില്ലങ്ങ് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തിൽ ഈ ദർശനം അങ്ങ് മറന്നു. 85 തിരുവണ്ണാമലയിരിക്കുമ്പോൾ കർത്താവ് പറയും, ഈ ദർശനം എന്നെ ഓർപ്പിച്ചു, ഞാൻ നിന്നോട് അന്ന് പറഞ്ഞ സമയം ഇതാണ്. ഇനി വല്ല പറയാൻ നോക്കുമോ?
പൂർണ്ണമായിട്ട് സമർപ്പിച്ചു. രാവിലത്തെ സ്തോത്ര പ്രാർത്ഥനയ്ക്ക് വന്നപ്പോൾ ഞാൻ എൻ്റെ ട്രാൻസ്ഫർ പറഞ്ഞു. മദറും സിസ്റ്ററും ചോദിച്ചു, ഈ വെളുപ്പാങ്കാലത്ത് എവിടെ? അന്ന് ഫോണൊന്നുമില്ലല്ലോ. ഞാൻ പറഞ്ഞു, സ്വർഗത്തിൽ നിന്ന് വന്ന് കോട്ടയത്തേക്ക് എനിക്ക് ട്രാൻസ്ഫറാണ്. അന്നുണ്ടായിരുന്ന ഏതോ സാധനങ്ങളും കാശും എല്ലാം കൊടുത്ത് ക്ലീനാക്കി ഒരു പെട്ടി അവശേഷിപ്പിച്ചു. പിറ്റേ ആഴ്ച ഞാൻ സെൻട്രൽ ഫെയ്ത്തോയിലേക്ക് വന്നു. സെൻട്രൽ ഫെയ്ത്തോയിൽ പാസ്റ്റർ SB അണസ്റ്റ് ആയിരുന്നു അവിടെ. അദ്ദേഹം പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ കയറി അങ്ങോട്ട് ചെന്നു. പ്രാർത്ഥന പറഞ്ഞ് ആശീർവാദം പറഞ്ഞു. ബെനഡിക്ഷൻ പറയുന്ന സമയത്ത് ഞാൻ കയറി ചെല്ലുകയും എന്നെ കണ്ട ഉടനെ പുള്ളിക്കാരൻ കൈയടിച്ചു. ഊളിയക്കാരോട് എല്ലാവരും ഉക്കാറുങ്കേ, തമ്പി ഇങ്ങ് വാ. തമ്പി, മുന്താനായിട്ട് ഞാനൊരു സ്വപ്നത്തെ പാർത്തേൻ. ഒരു സ്വപ്നം കണ്ടു. എന്താ? ആണ്ടവർ പറഞ്ഞു, കർത്താവ് പറഞ്ഞെന്നു നിന്നെ കോട്ടയത്തേക്ക് അയക്കണമെന്ന്. ഞങ്ങൾക്ക് ദുഃഖമുള്ള കാര്യമാണ്, എന്നാലും കർത്താവ് പറഞ്ഞപ്പോൾ എന്തു ചെയ്യും? അപ്പം ഞാൻ പറഞ്ഞു, ശരിയാ, ഞാനിങ്ങനൊരു ദർശനം കണ്ടു. ശരി തമ്പി, ആ ദൈവം നടത്തിപ്പാ. പുള്ളി എനിക്കൊരു വാക്യവും തന്നു. അത്രയും വേലക്കാരുടെ മുമ്പ് വെച്ച് പറഞ്ഞു, കേരള മിനിസ്ട്രിക്ക് വേണ്ടി ദൈവം നിനക്കൊരു വാക്യം തരാൻ പോവാന്ന് പറഞ്ഞു. നീ അവിടെ ചെല്ലുമ്പോൾ അത് നിറവേറുമെന്ന് പറഞ്ഞു. ഏതാണെന്നറിയാവോ? ആവർത്തന പുസ്തകം 9-ാം അധ്യായം 1 മുതൽ 5 വരെ വായിച്ച്. ആവർത്തനം 9-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യം. ആ ആ നിനക്ക് മുൻപിൽ. അപ്പോൾ നോക്കി, ഈ അനാക്യ ശക്തി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വേലയ്ക്ക് എപ്പോഴും എതിരായി നിൽക്കുന്ന ഒരു ശക്തിയാണ്. അപ്പോൾ ഇതിനെയാണ് എന്ത് ചെയ്യേണ്ടത്? അടക്കേണ്ടത്. ഇസ്രായേലിൽ 12 പേരെന്ത് ചെയ്തു? കനാൻ ഒറ്റുനേക്കാൻ ചെന്നപ്പോൾ 10 പേരെയും ക്ഷയിപ്പിച്ച് അധൈര്യപ്പെടുത്തിയ ശക്തിയാണേത്. മനസ്സിലാകുന്നു? എല്ലാ സഭയിലും എല്ലാ സ്ഥലത്തും ഈ അനാക്യ ശക്തി സഭയിൽ നേരെ ഉണ്ട്. അത് എങ്ങനെ വെളിപ്പെടുമെന്ന് ചോദിച്ചാൽ, കൃപ നഷ്ടപ്പെടുന്നവരിൽ, അഭിഷേകം നഷ്ടപ്പെടുന്നവരിൽ, വ്യവസ്ഥ നഷ്ടപ്പെട്ടു പോകുന്നവരിലാണ് ഈ സ്പിരിറ്റ് കയറുന്നത്. അവരിൽ കൂടെ എന്ത് ചെയ്യും? അത് വിശ്വാസിയാകാം, പാസ്റ്ററാകാം, മദറാകാം, സിസ്റ്ററാകാം, നിങ്ങളാകാം. ഇനി നിങ്ങളെ കൊണ്ട് ഒന്നും ഒത്തില്ലല്ലോ, എന്തോ വേറെ ആരെങ്കിലും ഇരുന്നേ. അപ്പോൾ ആ ദേശത്തിലെ ശക്തിയാണ് ഈ അനാക്യ ശക്തി എന്ന് പറയുന്നത്. അത് ഈ പറഞ്ഞ പോലെ ഏതൊരു വ്യക്തിയിലെങ്കിലും കയറി സഭയിൽ നിന്നുകൊണ്ട് എതിരായിട്ട് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. അത് കാണുമ്പോൾ അനേകരും ക്ഷീണിച്ചു പോകും. ആര്? ഒറ്റുനോക്കാൻ പോയ 10 പേരും അനാക്യ മല്ലന്മാരെ കണ്ടപ്പോൾ അവർ പറയുന്നു, അവരുടെ മുമ്പ് ഞങ്ങൾ വെട്ടുകിളിയെ പോലെ ആയിരുന്നാണ് പറയുന്നത്. പക്ഷെ 2 പേര് ആര്? കാലേബും യോശുവായും അവരുടെ മുമ്പിൽ അടക്കി ജനത്തെ. അവർ പറഞ്ഞു, ദൈവം നമ്മളിൽ പ്രസാദിച്ചാൽ നമുക്ക് ആ സ്ഥലത്തിൽ പോകാൻ കഴിയും. അവർക്ക് മാത്രമേ അത് പ്രവേശിക്കാൻ സാധിക്കൂ. അതുകൊണ്ടാണ് അന്ന് മുതൽ പ്രിയരെ, കേരളത്തിൽ ഐക്യപ്പെട്ട നാൾ മുതൽ ഈ കണ്ണൂരിൽ ഈ ദിവസം വരെയും ഏത് ശക്തിയോട് പോരാട്ടമുണ്ട്? അനാക്യ ശക്തികൾ, അനാക്യ മല്ലന്മാർ. അത് വ്യക്തികളിൽ കൂടെ വരും, വിശ്വാസികൾ കൂടെ വരും, വേലക്കാരിൽ കൂടെ വരും. അത് ആർക്കൂടെങ്കിലും വന്നാൽ ഇത് ഞങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞങ്ങൾ ഒരു കോംപ്രമൈസും ചെയ്യാത്തത്. മനുഷ്യർ വിചാരിക്കും ഇതാ ഇന്നാരും അല്ല, സ്പിരിറ്റുകൾ തമ്മിൽ പോരാട്ടം. അല്ല, നമുക്കെന്തോ പോരാടേണ്ട ആവശ്യം? നമുക്ക് പോരാട്ടങ്ങളുള്ളത്. അത് അന്ന് പാഷ പറഞ്ഞു, തമ്പി ഉൻ കേരള മിനിസ്ട്രിയിലെ ഇന്ത വസനം ഉനക്ക് കർത്തർ തരുത്, നീ പോരുന്നതെല്ലാം ആശീർവാദമായി വരും എന്ന് അത്രയും പേരുടെ മുമ്പ് വെച്ച് പ്രാർത്ഥിച്ച് വാക്യം തന്നു. നിനക്കുമ്പാ ഞാൻ ദഹിപ്പിക്കുന്ന വൈശ്യം. ആ ആ ദഹിപ്പിക്കുന്ന അഗ്നിയായി. ആ താഴെ പറയുന്നുണ്ട്, നീ അവിടെ ചെന്നെല്ലാം ജയം പ്രാപിച്ചു പോകുന്നത് നിന്റെ ഗുണം കൊണ്ടൊന്നും അല്ല. ഏതാ? നീ ഏതോ പൂർണ്ണപ്പെട്ടവനായതുകൊണ്ടല്ല, എൻ്റെ ജനത്തിൻ്റെ ദോഷവും എൻ്റെ ദൈവവും കൊണ്ട് മാത്രമാണ്. ചിലപ്പം നമ്മൾ ചിന്തിക്കരുത്, ഏതാ കുറെ കഴിയുമ്പം ഞാൻ ഏതോ ശക്തിയുള്ളവനാണ്, അതുകൊണ്ടാണ് ഇതെല്ലാം നടക്കുന്നു വരാതിരിക്കാൻ. തൊട്ട് താഴെ പറയുന്നുണ്ടെന്ന് ഇല്ലയോ? വായിച്ച്. പറയരുത്. ഇത് ദൈവം പ്രവർത്തിക്കുന്നു. ജനത്തിൻ്റെ അക്രമങ്ങൾ അല്ലെങ്കിൽ ദേശത്തിലെ അക്രമങ്ങളെ നീക്കാൻ നിന്നെ ഉപയോഗിക്കുന്നു, അത്രയേ ഉള്ളൂ. അല്ല നിന്റെ ഏതാണ്ട് കുടുംബശ്രേഷ്ഠത കൊണ്ടോ അല്ല നിന്റെ വിശുദ്ധി കൊണ്ടാണെന്ന് നീ എന്ത് ചെയ്യുകയും ചെയ്യരുത്. ഈ 5 വാക്യം തന്നു. തമ്പി ദൈവം എനിക്ക് തന്നതാണ് നിനക്ക് തരാൻ. ഞാൻ ആ വാക്യം ഏറ്റുകൊണ്ട് പോകുന്നു. ഇന്ന് വരെയും ചെല്ലുന്നിടത്തല്ല ഈ അനാക്യ ശക്തികൾ. കാരണം എഴുന്നേൽപ്പിക്കുന്ന ആ സമയത്താണ്. അല്ലാത്ത സമയത്ത് അവരെ എഴുന്നേൽപ്പിച്ചാൽ എന്ത് ചെയ്യും? ഈ സഭയിൽ പ്രവർത്തിക്കുന്ന അനാക്യ ശക്തികൾ അതിനെ അല്ലെങ്കിൽ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന കാലം വരെ അതിനെ അടങ്ങിക്കിടക്കാൻ ദൈവം പറയും. പക്ഷെ അതിനേറ്റ അനോയിൻറ്റഡ് ആളുകൾ വരുമ്പോൾ ദൈവം അതിനെ ഇളക്കി കൂട്ടിന് വെളിയിൽ കൊണ്ടുവന്നിട്ട് അടിച്ച് തകർത്ത് വിടുകയാണ്. മനസ്സിലാകുന്നു? ഇങ്ങനൊരു മിനിസ്ട്രി എവിടെ ഉണ്ട്?
ഇതിനകത്തുണ്ട്. അത് എല്ലാവരുടെ പീരീഡിലും പറ്റത്തുമില്ല. ചില സമയത്തിൽ മറഞ്ഞിരിക്കുന്ന ആ ശക്തിയെ ദൈവം തന്നെ ഇളക്കും. വചനമെല്ലാം ചെല്ലുമ്പോൾ ചില പെരിച്ചാഴികളെല്ലാം എന്ത് ചെയ്യും, ചില കുഴിക്കകത്തോട്ട് പുറകിരിക്കും. എല്ലാവരും ഉറങ്ങി കഴിയുമ്പോഴാണ് അത് വെളിപ്പെടുന്നത്. അതിനെ ചാടിക്കണം എന്ത് ചെയ്യണം? പുകയ്ക്കണം. ശരിക്കും പുകച്ചുകൊണ്ടിരുന്നെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാത്തുള്ളൂ, അത് വെളി വരത്തുള്ളൂ. വെളി വന്നവനെ കൊല്ലണം. ഇതുപോലെ ചില അന്ധകാര ശക്തികൾ സഭയ്ക്കെതിരായി പ്രവർത്തിക്കുന്നത് സാധാരണക്കാർക്ക് അറിയത്തില്ല. നമ്മൾ നോക്കുമ്പം ഇന്നാരാ അല്ല, ആരിക്കൂടെങ്കിലും വരണം. അതിനേറ്റവും യോഗ്യതയുള്ളവർ കൂടെ അത് വെളിപ്പെടും, ഇതിന് യോഗ്യതയുള്ളവർ വെളിപ്പെടും. ഇങ്ങനെ ഈ അനാക്യ ശക്തിയെ എന്ത് ചെയ്യണം? ദൈവം തമ്പുരാൻ ഇളക്കി വിടും. കാരണം ദൈവം ഇളക്കുന്ന എപ്പോഴാണ്? അതിനെ ഇല്ലായ്മ ചെയ്യാൻ ദൈവത്തിൻ്റെ കൂടെ നിന്ന് വിശ്വസ്തയോടെ പ്രവർത്തിക്കുന്ന വേലക്കാർ വരുമ്പോൾ സമയത്ത് മാത്രമേ ഈ ശക്തികളൊക്കെ ഇളക്കാൻ ദൈവം അനുവദിക്കത്തുള്ളൂ. എല്ലാ സമയത്ത് ഇളക്കിയാൽ എല്ലാം ആ കുഴപ്പത്തിലായി. അതുവരെ അവിടെ കടന്നോളാൻ പറയും. കടന്നു. ദൈവം യോശുവയുടെ കാലം, അതുകൊണ്ടാണ് യോശുവയോട് പറഞ്ഞ് നിന്റെ ജീവിതകാലത്ത് ഒരു മനുഷ്യൻ നിന്റെ മുമ്പിൽ നിർത്തുകയില്ല. കാരണം അവൻ ദൈവത്തിനു വേണ്ടി അഭിഷിക്തനാണ്. അവൻ്റെ സ്വന്തം ഇഷ്ടം ചെയ്യാൻ വന്നതല്ല. അപ്പോൾ ഈ വാക്യം കൊണ്ട് ഞാൻ മദ്രാസിൽ പോകും, കോട്ടയത്ത് വന്ന് ആദ്യമായിട്ട് ഏലപ്പാറ സഭയിലിരിക്കുക. ഏലപ്പാറ സഭയിലിരിക്കുമ്പോൾ അവിടുന്ന് പിന്നീട് ഈ പറഞ്ഞ പോലെ വണ്ടിപ്പെരിയാർ അങ്ങനെ കറങ്ങി കോട്ടയത്ത് 9 വർഷം അവിടെ എല്ലാം പല സ്ഥലത്തായിട്ട് വേല ചെയ്തു. നല്ലൊരു വേല, മനസ്സ് തൃപ്തിയായൊരു വേല ചെയ്യാൻ സാധിച്ചു. ആത്മാക്കളെ നേടാനും സുവിശേഷ വേലയ്ക്ക് ഇറങ്ങാനും പുതിയ വേല എടുത്താനും ത്യാഗവും കഷ്ടത്തിലൊക്കെ അനുഭവിച്ചൊരു വേല ചെയ്യാൻ സാധിച്ചു. ഇതിനിടയ്ക്ക് ഓരോ മാറ്റങ്ങളും ദൈവം ഇതുപോലെ സ്വപ്നം കാണിച്ചു തരും. ചിലടത്ത് പേര് പറഞ്ഞ് ഇന്നടത്തേക്ക് പോകാൻ പറയും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 94 കട്ടപ്പനയിൽ വീണ്ടും ഞാൻ ട്രാൻസ്ഫറായി ചെല്ലുമ്പോഴേ 2ാം പ്രാവശ്യം. അപ്പോൾ ഞാൻ നേരത്തെ 2 വർഷം ഇരുന്നാണ്. ബാബു ജോർജും പാസ്റ്ററും ഞാനുമാണ് മാറി അവിടെയും 2 പ്രാവശ്യം ഇരുന്ന്. 2ാമത് ചെന്നപ്പോൾ വിശ്വാസികൾക്കൊക്കെ സന്തോഷമായി. നമ്മുടെ കാലത്തൊന്നും ഒരുപാട് ആത്മാക്കളുണ്ട്. ചെന്ന ഉടനെ ആത്മാവിനോട് നിനക്ക് 5 മാസം ഇവിടെ മിനിസ്ട്രി ഉള്ളെന്ന് പറഞ്ഞു. 5 മാസം ഞാൻ അനൗൺസും ചെയ്തു. 5ാം മാസം ഞാൻ സ്വപ്നം കാണുക. അന്നിരുന്ന പാസ്റ്റർ MJ മാത്യു എന്നോട് സ്വപ്നത്തിൽ വന്ന് പറയുക, കട്ടപ്പന തണുപ്പുള്ള സ്ഥലമാണ്, ചെറിയാകുഞ്ഞിൻ്റെ ആരോഗ്യം ക്ഷീണിച്ചു, ഇനി ഈ പ്രദേശം പറ്റത്തില്ല, ഞങ്ങൾ താഴ്വരയിലേക്ക് വിടാൻ പോവുകയാണ്, തണുപ്പില്ലാത്ത താഴ്വരയിലേക്ക് അയക്കാൻ പോകാമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് 5 മാസമായി. ഞാൻ ഞായറാഴ്ച അനൗൺസ് ചെയ്ത് ഇങ്ങനെ എനിക്ക് മാറ്റമാണ്, താഴ്വരയിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കൂടെ ഒരു കൊച്ചു പയ്യൻ അവിടെ BCom പഠിക്കുന്നുണ്ട്, സഹോദരൻ BCom പഠിക്കുന്നുണ്ട്. നമ്മുടെ കൊട്ടാരക്കരയുള്ള ഷാജിയുടെ, ബലങ്കര ഷാജിയുടെ അനിയൻ പഠിക്കും. വേലയ്ക്ക് വരാനുള്ള താല്പര്യത്തിരിക്കുകയായിരുന്നു. അവൻ സ്വപ്നം കണ്ടു, എനിക്ക് തിരുവല്ലായ്ക്ക് മാറ്റം. ബുധനാഴ്ച പാസ്റ്റർ ലാസറപ്പത്തി വിളിച്ച് തിരുവല്ലായ്ക്ക് മാറ്റമെന്ന് പറഞ്ഞു. അങ്ങനെ തിരുവല്ലായിലും 9 വർഷം വേല ചെയ്ത സമയത്തിൽ മാവേലിക്കരയിലിരിക്കുമ്പോൾ കർത്താവ് സ്വപ്നത്തിൽ എനിക്കും തോമസ് കുട്ടി എന്നൊരു ബ്രദറിനും ഉണ്ട്, അവന് മാറ്റം. ഞങ്ങൾക്ക് 2 പേർക്ക് അവിടുന്ന് മാറ്റം. പക്ഷേ തോമസ് കുട്ടി വേല വിട്ട് പോകുന്നു. സ്വപ്നത്തിൽ കണ്ടതാണ്. എനിക്ക് അവിടുന്ന് മാറ്റം. ആ സമയത്താണ് സ്വപ്നം കണ്ടു കഴിഞ്ഞപ്പോഴാണ് ആൽപ്പാറയിലെ വല്ലാത്തൊരു പ്രതിസന്ധിയും പ്രശ്നവും മൂർധന്യാവസ്ഥയിൽ വരുമ്പോൾ ആൽപ്പാറയിലെ പ്രശ്നങ്ങളെ കേസിലായി. അവിടുത്തെ സെൻട്രൽ പാർഷും നമ്മുടെ ഇപ്പോഴത്തെ സെൻട്രൽ പാർഷ്, തൃശ്ശൂരിലെ സെൻട്രൽ പാർഷും കൂടെ, അന്ന് അദ്ദേഹം അവിടുത്തെ വേലക്കാരനാണ്. അവർ മാവേലിക്കരയുള്ള ജഡ്ജി സൈമൺ സാറിനെ കാണാൻ വന്നു. ഫെയ്ത്ത് ഹോമിൽ വന്ന് എന്നെയും കൂട്ടി അവിടെ ചെന്നു. അപ്പോൾ കേസ് എതിരായതുകൊണ്ട് നമ്മളതിനെ നേരിടേണ്ടത് ആവശ്യമാണ്. പക്ഷേ എനിക്ക് എന്നിരുന്ന ആത്മീയ തീക്ഷണോട് ഞാൻ പറഞ്ഞു, എൻ്റെ അച്ചായ നമ്മൾ ആത്മീയരല്ലേ, നമ്മൾ കേസിന് പോകാവോ, അവർ കേസ് കൊടുക്കട്ടെ, ജയിലിൽ കിടക്കണമെന്ന് കിടക്കണം, നമ്മൾ വിശ്വാസികൾക്കെതിരായിട്ട് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അത് ബേബിച്ചാൻ അത്ര ഇഷ്ടപ്പെട്ടില്ല. പുള്ളി ഇഷ്ടപ്പെടാതെ പോരുകയും ചെയ്തു. രാത്രി പ്രിയരെ എനിക്കൊരു ഭാരം തോന്നി. തൃശ്ശൂർ ആലപ്പാറ വേലയെക്കുറിച്ച് എനിക്കങ്ങോട്ടൊരു ബേഡൻ തന്നു. ഞാൻ മുട്ടുമ്പോൾ നിന്ന് പ്രാർത്ഥിക്കാം, കർത്താവേ ഇങ്ങനെയൊക്കെയാണോ വിശ്വാസിലും വേലക്കാരും വഴക്ക് പിടിച്ച് കേസ് കൊടുക്കുക, അനാവശ്യം പറയുക, കമ്പിയൂടി എടുക്കുക, ഇതെന്തോ കളിയാ. എനിക്കങ്ങ് വലിയ ആത്മഭാരം. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ കർത്താവിനോട്, കർത്താവ് എന്നെ അയക്കും, ഞാൻ പോകാം, ഞാനവിടെ ചെന്ന് അവരെല്ലാം താന്നിരിക്കും എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു. എൻ്റെ അടുത്ത ദിവസം പാസ്റ്റർ ടിയുവിൻ്റെ ഫോൺ ഇങ്ങോട്ടാണ്, തൃശ്ശൂരിന് മാറ്റം. പ്രിയപ്പെട്ടവരെ, തൃശ്ശൂരിൽ ചെന്ന് വിലങ്ങന്നൂരിലിരുന്നപ്പോൾ തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ പ്രവർത്തിക്കാൻ തുടങ്ങി. അടുത്ത ആൽപ്പാറയിൽ ചെന്ന് 7 ദിവസത്തെ കാത്തിരിപ്പിയോ, വേറെ ഒന്നും ചെയ്തില്ല, ആരെ വിളിച്ച് കോംപ്രമൈസും ചെയ്തില്ല. 7 ദിവസത്തെ കാത്തിരിപ്പിയോ കൊണ്ട് വെച്ച് കഴിഞ്ഞപ്പോൾ ഓരോ കാത്തിരിപ്പിയും കഴിഞ്ഞ് ഞാൻ എൻ്റെ മുറിയിൽ ഒരാരോടും സംസാരിക്കത്തില്ല. 3 വർഷമായി തിരുവത്താഴമില്ല. പിന്നെ ഒരു ശവക്കോട്ട പണിതിട്ട് അതിൽ അടക്കാൻ സമ്മതിക്കത്തില്ല. വലിയ പ്രശ്നങ്ങൾ കിടക്കുകയാണ്. പാസ്റ്റർ ടി.യു. തോമാച്ചാൻ എന്നെ വിളിച്ചും പറഞ്ഞു, ചെറിയാകുഞ്ഞേ, ഞങ്ങൾ തന്നെ 3 പ്രാവശ്യം പോയി തീർത്തതാണ്, എന്നിട്ട് ഇവന്മാർ അടങ്ങുന്നില്ല. അനാക്യ ശക്തികളാണ് കേട്ടോ, അനാക്യ ശക്തികളാണ് അവരെ പ്രവർത്തിക്കുന്നത്. ചെറിയാകുഞ്ഞിനെ ഞങ്ങൾ പ്രാർത്ഥിച്ചയക്കാം, ദൈവം ചെയ്തോളൂ എന്ന് പറഞ്ഞു. ഞാനതുപോലെ പോവുകയും ചെയ്തു. അപ്പോൾ വെലങ്ങന്നൂർ വെച്ച്
2 പുതിയ കാറ് വിശ്വാസത്താ കിട്ടി. ആ 2 കാറ് ഞാൻ അവിടെ ഇട്ടിട്ട് പോന്നു. ടി.യു. തോമാച്ചൻ ചോദിച്ചു, ചെറിയാങ്കുഞ്ഞ് ഒരു കാർ കൊണ്ടുപോയിരുന്നോ? 2 കിട്ടിയതല്ലോ, 1 കൊണ്ടുപോകും. ഞാൻ പറഞ്ഞു വേണ്ടച്ചാ. അപ്പം കാറ് വേണ്ടായോ? ഞാൻ പറഞ്ഞു ആൽപ്പാറയിലെ മിനിസ്ട്രിക്ക് ഇപ്പോൾ കാറല്ല, ഒരു അഭിഷേകം അച്ഛൻ പ്രാർത്ഥിച്ചാമെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി പ്രാർത്ഥിച്ചു. പിന്നെ കണ്ടപ്പിച്ചിട്ട് കാശെടുത്ത് തന്നു, ഒരു പുതിയ കാർ വാങ്ങിക്കാൻ പറഞ്ഞു. അങ്ങനെ കാറും വാങ്ങിച്ചു. 7-ാം ദിവസത്തെ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ഓരോ കാത്തിരിപ്പവും കഴിയുമ്പോൾ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ വഴക്ക് പിടിക്കാനും കമ്പി എടുക്കാൻ പോയതിനൊക്കെ വെളിയിലോട്ട് ഇറങ്ങുക, കെട്ടിപ്പിടിക്കുക, ഏങ്ങലടിച്ച് കരയുക, ക്ഷമ ചോദിക്കുക. എന്നിട്ട് രാത്രിയിൽ 12 മണിയാകുമ്പം ഫോൺ വരുന്നു, അച്ചായ ഞങ്ങളിപ്പോൾ ഇന്ന വീട്ടിലിരിക്കുകയാണ്, ഇപ്പം ഞങ്ങൾ സന്തോഷമായിട്ട് നിരപ്പായി. 7 ദിവസം കൊണ്ട് സകല പരിപാടിയും. ഞാനൊന്നിനും പോയില്ല. പരിശുദ്ധാത്മാവ് സകലതും ആ വിശുദ്ധൻ പറഞ്ഞ പോലെ എല്ലാം ചെയ്ത് 5 തിരുവത്താഴ് ശുശ്രൂഷയും നടത്തി. ഈ കല്ലറയിൽ തന്നെ ഒരാളെ അടക്കുകയും ചെയ്തു. വളരെ സന്തോഷമായിട്ട് ഇരിക്കുമ്പോൾ അടുത്ത ദർശനം പാസ്റ്റർ ടി.യു. തോമാച്ചായൻ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞു, ചെറിയാങ്കുഞ്ഞ് ഇവിടുത്തെ മിനിസ്ട്രി കഴിഞ്ഞു, ഇനി പുതിയൊരു സെൻറ്ററിലേക്ക് വിടാൻ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ പുതിയ സെൻറ്ററിലേക്ക് വന്നതാണ് കോഴിക്കോട് സെൻറ്റർ. കോഴിക്കോട് സെൻറ്ററിലേക്ക് ഞാൻ വരുമ്പോൾ സുൽത്താൻ ബത്തേരിക്ക് പോകണമെന്ന് പറഞ്ഞു. ബത്തേരിയിൽ അന്നിരുന്ന ബ്രദറിന് ഇങ്ങോട്ട് ട്രാൻസ്ഫർ, ഇവിടേക്ക് ട്രാൻസ്ഫർ ആയിരുന്നു. പുള്ളിക്ക് എന്തോ ചില അഡ്ജസ്റ്റ് ക്രമീകരണം ചെയ്യാനുള്ളതുകൊണ്ട് 2 ആഴ്ചത്തെ ഏഷ്യൻസ് തരണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പാസ്റ്റർ ചോദിച്ചു, ചെറിയാങ്കുഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞ് അവൻ മാറാൻ താല്പര്യപ്പെടുന്നുള്ളൂ, എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, എന്നാൽ ചെറിയാങ്കുഞ്ഞ് സെൻട്രൽ ഫെയ്ത്ത് പോലെ ഇരിക്കുക. ഞാൻ പറഞ്ഞു അത് വേണ്ട, കണ്ണൂർ ആളില്ലല്ലോ, ഞാനങ്ങോട്ട് പോയിക്കോളാം, ആ സെൻട്രൽ ജയിലൊക്കെ ഒന്ന് കണ്ട് അവിടെയൊക്കെ ഒന്ന് കണ്ടു കേട്ട് വരാമല്ലോ എന്നും പറഞ്ഞാണ് അങ്ങനെ 5 വർഷം മുമ്പ് ഇവിടെ വന്നത്. അതിനുശേഷം സുൽത്താൻ ബത്തേരിയിൽ ഇരിക്കുമ്പോൾ ഒരു സ്വപ്നം കണ്ടു, എനിക്ക് എടക്കരയ്ക്ക് മാറ്റം. കർത്താവ് സ്വപ്നത്തിൽ വന്നു, എടക്കരയിൽ നിനക്കൊരു മിനിസ്ട്രി ഉണ്ടെന്ന് പറഞ്ഞു. എടക്കരയിൽ ഒരു മിനിസ്ട്രി ഉണ്ടെന്ന് പറഞ്ഞു. ഈ ദർശനം കാണുന്നതിന് മുൻപ് ഞാനൊരിക്കൽ കർലായി പോയി. തൃശ്ശൂരിൽ നിന്ന് വന്ന സമയത്തിൽ കർലായി ചെന്നപ്പോൾ പാസ്റ്റർ ബെന്നി അവിടെ കെട്ടിടം പണിയാൻ തുടങ്ങിയിരിക്കുക, വലിയൊരു ഹോള്. വേറൊരു പാസ്റ്റർ തുടങ്ങിയതാണ്, അത് ഇദ്ദേഹത്തെ പിടിച്ച് ജയിപ്പിച്ചു. ഞാനിവിടെ ചെല്ലുമ്പോൾ പാസ്റ്റർ ബെന്നി എന്നോട് പറഞ്ഞു, എൻ്റെ ചെറിയാങ്കുഞ്ഞ് പാസ്റ്ററെ, ഈ കുരിശെല്ലാം ഇപ്പം എൻ്റെ തലയിലോട്ട് വെച്ചിരിക്കുകയാണ്, വേറൊരുത്തം പണിയാൻ തുടങ്ങിയതാണ്, ഇത് ചെറിയ പണിയാണോ, ഇതാരെ കൊണ്ട് പണിയാൻ വെക്കും, അവസാനം എൻ്റെ തലയിലിട്ടിരിക്കുകയാണ്, നോക്കിക്കുകയെന്ന് പറഞ്ഞു. ശരിയാ, ആ ഒരു ഹോള് പൊളിച്ച്, കോൺക്രീറ്റ് ഹോള് പൊളിച്ച് കളഞ്ഞിട്ട് 110 അടി നീളത്തിൽ 50 അടി വീതിയിൽ ഒരു വലിയ ഹോൾ പണി ആരംഭിച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരു ഹോളൊന്നും ആരും വെച്ചിട്ടില്ലല്ലോ. എനിക്ക് ആ സ്ഥലത്ത് കാല് കുത്തിയ ഉടനെ ഞാൻ പറഞ്ഞത് നടത്തിപ്പാന്ന് പറഞ്ഞു. നടത്തിപ്പുകാർ സെൻട്രൽ പാർഷ് ഇത് അനുവാദം കൊടുത്തതിൻ്റെ കാരണം ഇത് നടത്തിപ്പ്, ഇത്രയും ലോക്കലുകൾ ഇവിടെ കിടക്കുമ്പോൾ ഇങ്ങനെയൊരു ഹോൾ ഇവിടെ ആവശ്യമാണ്, വരും കാലത്തിൽ ഇതൊരു സെൻറ്റർ ആകും, അതുകൊണ്ട് ബെന്നിച്ചാനിത് ശരിയായിട്ട് പണിതോ, പിന്നെ ഏതെങ്കിലും പണി ബാലൻസ് വന്നാൽ അവിടെ ഇട്ടോ, ഞാൻ വരാം, ഞാൻ വന്ന് തീർത്തോളാം, ധൈര്യമായിട്ട് പണിയാൻ ഒരു കവറും കൊടുത്ത് പ്രാർത്ഥിച്ച് പോരുകയും. അതും ദൈവം എഴുതി വെച്ചതാ. ഇടക്കരയ്ക്ക് മാറ്റമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഈ പറഞ്ഞതുകൂടെ ദൈവം എന്ത് ചെയ്തു, ദൈവത്തിന് ഇഷ്ടമായി, എനിക്ക് കർലായിക്ക് മാറ്റം. കർലായി ചെന്ന ഹോളിൻ്റെ കുറേ ഫ്രണ്ട് ഭാഗം സ്റ്റെയർ കേസും സ്ഥലം തേപ്പും പെയിൻറ്റും ഒക്കെ ഉണ്ടായിരുന്നു, എല്ലാം കഴിഞ്ഞു. അപ്പോഴത്തേക്ക് ദൈവം എന്നോട് പറഞ്ഞു മേളി പണിയാൻ പറഞ്ഞു, 6000 സ്ക്വയർ ഫീറ്റിൻ്റെ വീട് പണിയാൻ പറഞ്ഞു. ഞാൻ സെൻട്രൽ പാർഷ് പറഞ്ഞപ്പോൾ പറഞ്ഞു, ചെറിയാങ്കുഞ്ഞ് വേണ്ടാത്തിനൊന്നും പോകാതെ 10-40 ലക്ഷം രൂപ വേണ്ടി വരും, അതും കാലാവസ്ഥ മോശമാണ്, പൊടിയടിക്കാൻ വയ്യാത്ത പുള്ളി, തുമ്മൽ ഇതെല്ലാം അലർജിയായ ആൾ പോയി പണിയാൻ പോയാൽ. ഞാൻ പറഞ്ഞു ഇല്ലച്ചാ, ഇപ്പം പണിതില്ലെങ്കിൽ മേലാൽ ഇവിടെ പണി നടക്കത്തില്ലെന്ന് പറഞ്ഞു. എന്നാൽ ചെയ്തോളാം. പ്രിയപ്പെട്ട ഒരു 6 മാസം കൊണ്ട് കംപ്ലീറ്റ് പണി തീർന്നു. എന്തോ ഒരു ഐക്യം ജനങ്ങൾ, ആ കെട്ടിടം പണിയിൽ വിശ്വാസികളുടെ ഐക്യവും സ്നേഹവും. എന്നിട്ട് ഇതുപോലുള്ള കൊച്ചു പിള്ളേർ രാവിലെ വരും, വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റിട്ട് അമ്മമാരെ നിർബന്ധിച്ചിട്ട് എന്തെങ്കിലും കഴിപ്പിച്ചിട്ട് നേരെ ഫെയ്ത്തോലേക്ക് വരിക. ഈ കൊച്ചു പിള്ളേർ ചെയ്ത് പണി കണ്ടിട്ട് ഞാൻ അത്ഭുതപ്പെട്ടു. 5 മണിയായാലും അമ്മമാരും മടുക്കത്തില്ല. അതുപോലെ കൃപയിൽ ചെറുപ്പക്കാർ, യൗവനക്കാർ, സിസ്റ്റേഴ്സ്, അമ്മമാർ, എത്രയോ 6000 സ്ക്വയർ ഫീറ്റിലെ 16 മുറി, വലിയ മുറി ഹോളും എല്ലാം പണിതതിൻ്റെ കല്ലുകൾ സകല സാധനം വിശ്വാസികൾ തന്നെയാണ് കയറ്റിയത്. ദൈവം തന്ന 2 മേസ്തിരിമാരെ വെച്ചുകൊണ്ടാണ് മൊത്തം പണിയും തീർത്തത്. നോക്കണം, ആ പണി കഴിഞ്ഞപ്പോൾ സഭയിൽ സന്തോഷം, പുതിയ ആളുകൾ വന്നു, ഐക്യമായി, അങ്ങനെയാണ് ദൈവം തീർത്തത്. അപ്പോൾ ഞാൻ ഈ ഇടക്കരയ്ക്ക് മാറ്റം വന്നപ്പോൾ ഞാൻ ദൈവത്തോട് കാര്യം പറഞ്ഞിരുന്നു. അവിടെ ഒരു പഴയ കെട്ടിടം ഇപ്പോൾ ഉണ്ട്, നിങ്ങൾക്കറിയാം, പഴയ കെട്ടിടം. അപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവ് എനിക്ക് പഴയത് പൊളിക്കുന്ന കാര്യം ബുദ്ധിമുട്ടാണ്, പണിയാം, അതുകൊണ്ട് ഞാനിവിടെ മാറി ചെല്ലുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം, ആരെ കൊണ്ടെങ്കിലും അത് ഒന്ന് പൊളിപ്പിച്ച് സൈറ്റ് ക്ലിയറായി തരണമെന്ന്. ഈ പറഞ്ഞ പോലെ കർലാന്ന് ഞാൻ മാറി ചെല്ലുന്നതിന് മുമ്പ് സാംസനോട് ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ ട്രാൻസ്ഫറായി ചെല്ലുന്ന 2 മാസം മുമ്പ് ആ കെട്ടിടം ഇത് കോൺട്രാക്റ്റ് കൊടുത്ത് അവർ പൊളിച്ചു മാറ്റുകയും ചെയ്തു. ദൈവം എത്ര പദ്ധതിയിൽ. അങ്ങനെ
എടക്കരയിൽ ഇരിക്കുന്ന സമയത്താണ് കണ്ണൂരെക്കുറിച്ച് ദൈവം കാണിച്ചത്. എന്നോട് പറഞ്ഞു, നീ 2 ഡ്രസ്സ് എടുത്തോളാൻ പറഞ്ഞു. അതിൻ്റെ അർത്ഥം എനിക്ക് ഇപ്പോഴും മനസ്സിലായില്ല കേട്ടോ. 2 ഡ്രസ്സ് എടുത്താൽ മതി, 2 ജോഡി ഡ്രസ്സ് എടുക്കുക, കണ്ണൂരിലൊരു ചെറിയ മിനിസ്ട്രി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചെന്നാൽ 2 തുണി എടുത്താൽ മതി, ബാക്കി അവിടെ ഇരിക്കട്ടെ, ചിലപ്പോൾ 2 മാസം കഴിഞ്ഞ് തിരിച്ച് വരേണ്ടി വരും. അപ്പോൾ പിന്നെ മൊത്തം എടുത്തുകൊണ്ട് പോകുന്നു. അപ്പോൾ ആ 2 ഡ്രസ്സ് തുണി എന്താണെന്ന് എനിക്കിപ്പോഴും പിടികിട്ടില്ല. അങ്ങനെയാണ് കണ്ണൂർ വന്നത്. ഏതായാലും കണ്ണൂർ വന്നതും വലിയ സന്തോഷമായി, ദൈവഹിതപ്രകാരമായ ഒരു മിനിസ്ട്രി ആയതുകൊണ്ട് അതും വളരെ സന്തോഷത്തോടെ ഈ വർഷാവസാനത്തിൽ എല്ലാവിധമായ സന്തോഷവും അനുഗ്രഹത്തോടെ നമുക്ക് ഇപ്പോൾ നിൽക്കാൻ കർത്താവ് കൃപ തന്നു. ഇതിനിടയ്ക്ക് പിശാച് എന്തെല്ലാം പരീക്ഷകൾ പോരാട്ടങ്ങൾ കൊണ്ടുവന്നു, അവിടെ എല്ലാം ദൈവം കൃപയാൽ സൂക്ഷിച്ചു, തൻ്റെ കൃപയാൽ നമ്മെ നിർത്തിയിരിക്കുകയാണ്. ആ ദൈവത്തിന് ഇനിയുള്ള കാലവും വിശ്വസ്തയോടെ വേഗം വരുന്ന കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങണം. ആ ഒരു ചിന്ത മാത്രമേ നമുക്ക് ബാക്കിയുള്ളൂ. നമുക്കൊരു നിമിഷം കണ്ടടയ്ക്കാം, ദൈവേഷ്ടത്തിനായി നമ്മെ പൂർണ്ണമായി സമർപ്പിക്കാം. ഹല്ലേലൂയ, സ്തോത്രം 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 സ്തോത്രം.